പ്രൈസ് ദി ലോർഡ്. ആസാദിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യമോടെ വെൽക്കം ചെയ്യുകയാണ്. നമ്മളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു എപ്പിസോഡാണ്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഭവിപ്പാനിടയായി തീരട്ടെ. ഒരു എക്സ്ക്ലൂസീവ് എപ്പിസോഡാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം, ഒരു സ്പർശനം നിശ്ചയമായിട്ടും ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയിലുണ്ടാകും. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. പ്രത്യേകമായി കർത്താവ്, ഇന്നത്തെ ഈ നല്ല ഒരു സെഷനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ പ്രിയ ഫേവമുക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പ്രിയ ഫേവമായിട്ട് ചേർന്ന ഒരു സെഷൻ ഞങ്ങൾക്ക് മുൻപോട്ട് വെക്കുവാൻ അതൊക്കെ അവിടുന്ന് ചെയ്ത സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ ദൈവകൃപ, ദൈവ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടാകണം. ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കൾക്ക് ഇന്നത്തെ സെഷനൊരു അനുഗ്രഹമായി തീരണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും മാനവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. നമ്മുടെ ആസാദിയിലുള്ള എല്ലാ പ്രിയമുള്ളവർക്കും ഫേവമോടെ സാക്ഷ്യം എല്ലാവരും കേട്ടതാണ്. എല്ലാവർക്കും ഫേവമോളെ നന്നായിട്ട് അറിയാം. എങ്കിലും പലരും നമ്മളോട് ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഫേവമോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ഇന്ന് ഫേവമോളുമായിട്ട് ഒരു സെക്ഷനും കൂടെ ചെയ്യാമെന്ന്. ഫേവമോളോടൊപ്പം ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് മമ്മിയും ഉണ്ട്. അങ്ങനെ ഫേവമോളെയും മമ്മിയും നമ്മുടെ ഈ ആസാദിയുടെ സ്പെഷ്യൽ സെക്ഷനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മോളെ. Praise the Lord. Praise the Lord. Thank you so much. Praise the Lord, ആൻറ്റി. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ആ ഒരു സെഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി അല്ലേ? ആസാദിയുടെ തുടക്ക സമയം, ആസാദിയുടെ ഈ തരത്തിലുള്ള ടെസ്റ്റ് മണീസിൻ്റെ തുടക്ക സമയം എനിക്ക് തോന്നുന്നു എപ്പിസോഡ് 4 ഫസ്റ്റ് ആദ്യത്തെ എപ്പിസോഡുകളിൽ ഒന്നാണ്. അതായത് യൂട്യൂബിൽ തുടങ്ങുന്ന എപ്പിസോഡ്സിൽ ആദ്യത്തെ എപ്പിസോഡ്. അപ്പം ആക്ച്വലി അത് 41, 42 അങ്ങനെ ഏതോ ഒരു എപ്പിസോഡാണ്. കാരണം ആദ്യത്തെ 40 എപ്പിസോഡ് നമ്മൾ ഫേസ്ബുക്കിലായിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്സിലൊന്ന് ഫേബമോളുടെ ആ സാക്ഷ്യം, അതൊരു വലിയൊരു ഒരു റവല്യൂഷനായിരുന്നു. കാരണം ഈ അപ്പായുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന ആ ഒരു വലിയൊരു വെളിപ്പാട് ഒത്തിരി ആളുകളിലേക്ക് പകരാനത് സഹായിച്ചു. ഫേവമോൾക്കുള്ള ദൈവമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം, സത്യത്തിൽ അതിനുശേഷം വന്ന ഒത്തിരി ആളുകൾ ദൈവമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ടെസ്റ്റിമണീസിലൂടെ പിന്നെയും പറവാനിടയായി തീർന്നത്. ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണ്. ഞാനതിനെ വിളിക്കുന്നത് അപ്പ ജനറേഷൻ എന്നാണ്. അപ്പയെ ഒത്തിരി സ്നേഹിക്കുന്നൊരു ജനറേഷൻ. അതിൻ്റെ നമ്മുടെ ചാനലിലെ തുടക്കക്കാരിയായിരുന്നു ഫേബ. ജീവിതത്തിലെ അന്നത്തെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ പ്രിയ ഫേവമോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത്. അത് ഒത്തിരി ആളുകളെ സ്പർശിക്കുവാനും ബലപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം, ഒത്തിരി നമ്മുടെ വ്യൂവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഫേവമോക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, റിക്കവർ ആകുന്നുണ്ടോ, എന്താ ഫേവമോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവന്ന് 4 വർഷത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ, കർത്താവ് എങ്ങനെയാണ് നടത്തിയത്, എന്തൊക്കെയാണ് ദൈവപ്രവൃത്തി കണ്ടത്, ഫേവമോക്ക് അപ്പായുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇന്ന് ഉള്ളത്, എത്രമാത്രം കൂടിയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ആവശ്യം, ഒരു റിക്വസ്റ്റിനെ മാനിച്ചാണെന്ന് പറയാം. താങ്ക് യു മോളെ, താങ്ക് യു ആൻറ്റി, ഇങ്ങനെ ഒരു സെഷനിൽ വന്നതിൽ. ആൻറ്റിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ ഒക്കെ കടന്നു പോകുമായിരുന്നു അല്ലേ? അതെ, ഒരു വലിയ ഒരു ജീവിതാനുഭവം, കോംപ്ലിക്കേഷനുള്ളൊരു അനുഭവത്തിലൂടെ ആൻറ്റിയും കടന്നുപോയി. ദൈവം സഹായിച്ചു. ഓൾറെഡി നമ്മൾ പണ്ടേ പരിചയപ്പെട്ടതാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകർക്ക് വേണ്ടി. ഇനിയും അങ്ങനെയുള്ള ഔപചാരികത, ഫോർമാലിറ്റിയൊക്കെ വേണോ അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ അടുത്ത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഫിബ സാക്ഷ്യം കേട്ടിട്ടുണ്ട് ആസാദിയില്,
ഞാൻ പറഞ്ഞു, "ഹാ, ഭയങ്കര എൻകറേജിങ് ആയിരുന്നു കേട്ടോ." അന്ന് ഞാൻ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു ഫേബയെ കണ്ടിട്ട് ആ ഫേബയ്ക്ക് ഞാൻ മെസ്സേജ് ഇട്ടു. ആ ഫേബയാണോ ഈ ഫേബ എന്ന് അറിയാൻ വേണ്ടിന്. പിന്നീട് അവര് പറഞ്ഞു, "അല്ല, ആ ഫേബയല്ല ഇത്" എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ നമ്പർ ഷെയർ ചെയ്യേണ്ടതൊക്കെ വന്നു. അതുപോലെ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു ഫിനിപ്പാസ്റ്റിന്റെ ആന്റിയുടെയും കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി പേര് ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഒരു പുതിയൊരു ഫാമിലി മെമ്പേഴ്സിനെ കിട്ടിയത് എൻ്റെ ഈ ടെസ്റ്റിമണി കൂടെയാണ്. അത് എനിക്ക് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യമാ, എൻ്റെ വേദന ദൈവനാമ മഹത്വത്തിനെ ആകാവൂ എന്ന്. അത് മനുഷ്യന്റെ പുകഴ്ചയ്ക്കാവരുത്, ദൈവമാ അത് ചെയ്തത് എന്ന്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഓരോരുത്തരെ വിളിച്ചിട്ട്, "ഫെബ, എന്റെ സാക്ഷ്യം കേട്ടിട്ട് ഞാൻ അപ്പയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഞാൻ കർത്താവിനെ കാണുന്ന ആ ഒരു ആംഗിൾ മാറി. എനിക്കിപ്പം കർത്താവല്ല, എനിക്ക് എൻ്റെ അപ്പനാണ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് ഞാൻ മാറി. ഞാൻ ഇച്ചിരൂടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി" എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷാ. കാരണം ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ കരയുന്നത് തലമുറകൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതാ. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ ആ സാഹചര്യങ്ങള് അവര് ദൈവത്തിനെ കാണാത്തത് കൊണ്ടാവാം, കണ്ടുമുട്ടാഞ്ഞത് കൊണ്ടാവാം എന്ന്. കാരണം ഈ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞതാ, ഈ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വീട് മണ്ണോട് മണ്ണ് ചേരേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. പക്ഷെ ഈ കർത്താവ് ഒറ്റ ഒരാള് മാത്രമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അതായത് അത് ഞങ്ങൾക്ക് അത് വാക്കുകൾക്കപ്പുറമാണ്. എന്നോട് എന്റെ സാക്ഷ്യം എല്ലാരും കേട്ടതാ 4 വർഷം മുമ്പ്. ഇന്നും എന്നോട് സാക്ഷ്യത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റു പല ചാനലുകളിലും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പോലും എല്ലാരും ആദ്യം പറയുന്നത്, "ഫെബയുടെ സാക്ഷ്യം ഞങ്ങൾ ആദ്യമായിട്ട് ആസാദിയിലാ കേൾക്കുന്നത് കേട്ടോ" എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ഒരു ദിവസം കാരിത്താസിൽ ചെന്നപ്പോ അവിടെ റിസപ്ഷനിൽ ഒരു കാത്തലിക് ഇന്നും ചോദിച്ചത്, ഇന്ന് ഞാൻ ആറ്റാച്ച് പോയി എന്നും ചോദിച്ചു എന്നോട് മോക്ക് എങ്ങനെയുണ്ടെന്ന്. അതിൽ എനിക്ക് തോന്നുന്നത് കാത്തലിക് ലേഡിയാ. എങ്കിലും ആ ആന്റി ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, "മോക്ക് എങ്ങനെയുണ്ട്? ആ മോള് ആസാദിയിൽ സാക്ഷ്യം പറഞ്ഞ മോളല്ലേ, എങ്ങനെയുണ്ട്?" അപ്പൊ അന്നൊക്കെ ഞാൻ വീൽ ചെയറിലൊക്കെ പോവായിരുന്നു. അപ്പൊ പുള്ളിക്കാരി മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ അതുപോലെ എനിക്ക് എല്ലായിടത്തും ഞാൻ അവരുടെ ഫാമിലിയുടെ പാർട്ടാണ് എന്നുള്ളൊരു രീതിയായിരുന്നു എവിടെയും. ആ ഒരു സ്വീകാര്യത എനിക്ക് കിട്ടിയത് ആസാദിയോടാകട്ടോ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം മോളെ. ഞങ്ങളും അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആസാദിയുടെ ആ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ കോവിഡ് കാലം നമുക്ക് ഒത്തിരി ആളുകളെ ആ രീതിയിൽ ബ്ലസ് ചെയ്യുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അന്നത്തെ ടെസ്റ്റിമണി സെഷൻ്റെ ഇടയിൽ ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, മെയ് ക്വിലിയുടെ ഒരു പുസ്തകം. അന്ന് ഫെവോള് പിന്നെ എനിക്ക് മെസ്സേജൊക്കെ ഇട്ടു ആ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ എനിക്ക് അന്നേരം തരാൻ പറ്റില്ല. പക്ഷേ ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിലുള്ള ബുക്സ് എല്ലാം എടുത്ത് തിരഞ്ഞു പിടിച്ച പുസ്തകം ഞാൻ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം ആസാദിയിൽ നമുക്ക് ആ പുസ്തകം പിന്നെ എൻ്റെ പുസ്തകങ്ങൾ എന്നുള്ള സെഷനിൽ കൊണ്ടുവരാനൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ആ പുസ്തകം ഇന്നും ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. പാർട്ട്നേഴ്സ് ഇൻ പെയിൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പാർട്ട്നേഴ്സ് ഇൻ പെയിൻ, മെയ് ക്വിലി. ഈ പറഞ്ഞതുപോലെ വളരെ കഷ്ടകരമാകുന്ന വേദനിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരു സഹോദരിയാണ്. പുസ്തകത്തിൻ്റെ സബ്ജക്റ്റ് പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പിന്നെ എങ്ങനെയാണ് വേദനിക്കുന്നവർ മറ്റുള്ള വേദനിക്കുന്നവരുമായിട്ട് ഒന്നിച്ച് സഹകരിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും കഴിയുന്നത് എന്നുള്ള ഒരു ആശയമാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇത്തരം കൺസെപ്റ്റുകൾ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും കോമൺ ആയിരിക്കത്തില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആളുടെ ഹസ്ബൻഡ് മരിക്കുന്നു. അപ്പോൾ ആ സഹോദരിക്ക് കുറേ അങ്ങനെയുള്ള സഹോദരിമാർ, ചർച്ചിലുള്ള സഹോദരിമാർ, വിഡോസ് ആയിട്ടുള്ള സഹോദരിമാർ, അവർ ഭയങ്കരമായിട്ട് ഇവരുമായിട്ട് ഒന്നിച്ച് സഹകരിച്ച് കെയർ കൊടുത്ത് അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പോൾ അതേ വേദനയിലൂടെ കടന്നു പോകുന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ. ഇപ്പോൾ ഇന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിന്നെ സോഫി ആൻറ്റി അല്ലേ, നമ്മുടെ സോഫി ആൻറ്റിയൊക്കെ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട സോഫി ആൻറ്റിയൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കൺസെപ്റ്റാണ്.
അപ്പോൾ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ചൊക്കെ അന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, മോളോട് പിന്നെ അത് ആ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പം നമുക്ക് കേട്ട് തുടങ്ങാം കേട്ടോ. ചെറുതായിട്ട് പണ്ട് എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നുള്ള അനുഭവങ്ങൾ, 4 വർഷങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള അനുഭവങ്ങൾ പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ? പറഞ്ഞോ, തീർച്ചയായിട്ടും. അതെ, കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് കണ്ടെന്ന് സാൻഡി പറഞ്ഞു, ഒരു കല്യാണത്തിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയതായിട്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു കല്യാണത്തിന് പോയി. അത് ഡോക്ടർ പെർമിഷൻ തന്നു. അമ്മയുടെ ബ്രദറിന്റെ മോടെ കല്യാണത്തിനൊന്നും പോവാൻ പെർമിഷൻ തന്നില്ല. വേണ്ട, അത്രയും ദൂരം ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അമ്മയുടെ ഒരു പ്രാർത്ഥന സഹകാരിയുടെ ഒരു മോന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതെനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ, പ്ലീസ് ക്യാൻ ഐ ഗോ എന്ന് ചോദിച്ചപ്പോ, ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഒത്തിരി നാൾക്ക് ശേഷം ഒരു പ്ലസന്റ്, ഒരു ഹാപ്പി എൻവയോൺമെന്റിലായിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. എത്ര നാളിന് ശേഷമായിരിക്കും? 2018 ശേഷമാണ്. 18 ശേഷം. 18 ശേഷം. ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷം അല്ലേ? കറക്റ്റ് 7 വർഷം. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇനിയും ഒത്തിരി നല്ല ഒരു പൂർണ്ണതയിലേക്ക് എത്തി. അതെ അതെ, 7 വർഷം ഒരു കംപ്ലീറ്റ്നെസ്സിന്റെ വർഷമാണ് കേട്ടോ. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ എപ്പോഴും ഇത് പറയും, അദ്ദേഹത്തിന് 7 വർഷം കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ഡെലിവറൻസ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറയും, 7 വർഷം ഒരു കംപ്ലീറ്റ്നെസ്സിന്റെ വർഷമാണ്, ഇനി ഒത്തിരി ഡെലിവറൻസ് ഉണ്ടാകട്ടെ. അത് നടന്നു പോകാൻ പറ്റിയല്ലേ? ഞാൻ നടന്നുപോയി. വീൽ ചെയറിലല്ല. ഞാൻ ഇപ്പം എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പം എനിക്ക് നടക്കാം ഇപ്പം. എനിക്കിപ്പം വാക്കിംഗ് സ്റ്റിക്കിന്റെ ഒന്നും ആവശ്യമില്ല. അത് ആദ്യം എന്നിൽ നിന്ന് മാറ്റിയത് വീൽ ചെയർ ആയിരുന്നു. പിന്നെ വാക്കിംഗ് സ്റ്റിക്ക് മാറി, പിന്നെ ബെൽറ്റ് മാറി, മുട്ടയിലെ ബെൽറ്റ് മാറി. ഇപ്പൊ എനിക്ക് കഴുത്തിലും കയ്യിലും ഉണ്ട്. കയ്യിലേത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് എന്റെ റിസ്റ്റിന് പ്രശ്നമുണ്ട്. ഈ റൈറ്റ് കൈയുടെ റിസ്റ്റിന് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇച്ചിരി കൂടെ കഴിയണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷെ എന്നാലും ഞാനൊരു ഓമത്തണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം പുറമേ നിന്നുള്ള ഒത്തിരി ഫോഴ്സ് ഒന്നും എനിക്ക് പറ്റില്ല. ഞാനത് പതിയെ പറയാം. ആട്ടുമോളെ. ഇനി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി അത് കേട്ടപ്പോൾ. കാരണം കർത്താവ് റിക്കവർ ചെയ്യിക്കുന്നല്ലോ, നടക്കാൻ തുടങ്ങിയല്ലോ, കല്യാണത്തിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇനിയുള്ള സമയം ഫേബമോൾക്കും മമ്മിക്കും വേണ്ടി തരികയാണ്. നിങ്ങൾക്ക് 2 പേർക്കും സംസാരിക്കാം. ആൻറ്റിയുടെ അനുഭവങ്ങളും ആൻറ്റിയുടെ ഈ ദിവസങ്ങളിൽ കടന്നുപോയ അനുഭവങ്ങളും ഒക്കെ പറയാം കേട്ടോ. ശരി, ഇനി അത്യാവശ്യം ഉണ്ടല്ലേ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. എന്തായാലും ചോദിക്കാട്ടോ. ഞാൻ മറന്നു പോകുന്നതാണെങ്കിലും എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഒരുമാതിരി എല്ലാ കാര്യവും ആന്റിക്ക് അറിയാം. അപ്പൊ ഞാൻ എന്തെങ്കിലും വിട്ടുപോയാൽ ആന്റി എന്നെ ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ലോർഡ്. എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ എന്റെ ഈ മുഖം കാണുമ്പോൾ അറിയാലോ ഞാൻ എത്ര സന്തോഷമായി. നമ്മൾ തിരിച്ച് ഫാമിലിയിലൊക്കെ വന്ന ഒരു ഫീലിംഗ്. കാരണം ഞാൻ എല്ലാരെയും കാണാൻ വരുന്നു, എന്നെ കാത്ത് എല്ലാവരും ഇരിക്കുന്നു, അങ്ങനെ ഒരു ഇത്. കാരണം ഈ ആസാദിയില് ഞാൻ പലരും എന്നെ അമ്മയുടെ സോഷ്യൽ മീഡിയ വഴിയും എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയും ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ആദ്യം ചോദിക്കുന്നത്, ആസാദിയിൽ മെസ്സേജ് പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ഫെബയാണോ ഇതെന്ന് ചോദിച്ചാ. അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് അമ്മ. അപ്പൊ എല്ലാ ഫോട്ടോസിലും ഞാനും അമ്മയും ഉണ്ടാവും, എല്ലാത്തിന്റെയും പ്രൊഫൈലില്. അപ്പം ഞങ്ങള് അമ്മയുടെ ഫോട്ടോ കണ്ടാ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എല്ലാരെയും ശരിക്കും ഞാൻ അമ്മേനെയും കൂടെ ഒന്ന് കാണിക്കാം. കാരണം എല്ലാരും എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന സ്നേഹത്തിനേക്കാളും കൂടുതൽ എന്റെ അമ്മയ്ക്കൂടെ സ്നേഹം എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും തന്നിട്ടുണ്ട്, കേട്ടവരെല്ലാം. എനിക്ക് അതിലും ഒത്തിരി സന്തോഷം. നമ്മളൊരു സമൂഹത്തിനോട് ഒരു പെർട്ടിക്കുലർ കൂട്ടരോട് മാത്രമല്ല, നമ്മൾ ഒരുപാട് പേരോട്, അതിനകത്ത് ഹിന്ദു, മുസ്ലിം, എല്ലാവരും, ക്രിസ്ത്യൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ നമ്മളിങ്ങനെ ഒരാളോട് മാത്രമല്ല പറഞ്ഞേ. ഈ ഹിന്ദുസ് വരെയും കേട്ടിട്ട് എന്നോട് മിണ്ടിയവരുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ സാക്ഷ്യം കേട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവത്തോട് മിണ്ടാമോ എന്നൊക്കെ ചോദിച്ച് എന്നോട് ഞങ്ങൾക്ക് അങ്ങനെ പരിചയമില്ല എന്നുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചവരുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഇന്ന് ഇവിടെ ഇങ്ങനെ ആയിരിക്കുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരുടെയും അടുത്ത് വന്ന്, ഈ ഒരു കുട്ടി കുറെ നാള് ഈ വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് നാട്ടിൽ വരുമ്പം അപ്പന്റെ വീട്ടിലും അപ്പന്റെ ബന്ധുക്കളുടെ വീട്ടിലും അമ്മയുടെ വീട്ടിലും അമ്മയുടെ സഹോദരങ്ങളുടെ വീട്ടിലും ഒക്കെ പോകുമ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും ഹായ്. ഒത്തിരി നാളായി കണ്ടിട്ട്. എനിക്കൊരു കുറച്ച് നാൾ, ഒരു 6-7 മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഫിനി പാസ്റ്ററോട് ചോദിച്ച് ഒരു
ടേൺ വാങ്ങിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. കാരണം അപ്പൊ ഒരു 5 വർഷം ആകുമല്ലോ. അപ്പൊ 5 വർഷത്തെ ഒരു അപ്ഡേറ്റ്, ഈ 5 ഇയർ പ്ലാൻ ആണല്ലോ നമുക്ക്. അപ്പൊ 5 വർഷത്തിന് ശേഷമുള്ള ഫേവ എന്നുള്ള ഒരു ഇത് വെച്ച് കൊടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കഴിഞ്ഞ മാസം ആന്റി ഇങ്ങോട്ട് പറഞ്ഞേ, മോളെ നമുക്കൊന്ന് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ആന്റി നമുക്ക് ചെയ്യാം, കാരണം എന്റെ മനസ്സിൽ 5 ഇയർ ആയിരുന്നല്ലോ, 5 ഇയർ കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ആന്റി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ മെനഞ്ഞാന്ന് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ആന്റിയുടെ മെസ്സേജ് വന്നപ്പോ അമ്മ പറഞ്ഞു നമുക്ക് ചെയ്യാം, ഇത്ര എല്ലാരും ക്യൂരിയസ് അല്ലേ. കാരണം എനിക്ക് നിലമ്പൂർ എനിക്ക് ഒരു ഫാമിലി ഉണ്ട്, അമ്മയുടെ ഒരു ഡിസ്റ്റന്റ് കസിനാ, ബിൻസ് മാമ അല്ലച്ചാൻ, അവര് പാസ്റ്റേഴ്സാ, ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ പാസ്കൽ. അവരെനിക്ക് ഈ ആസാദിയുടെ ഓരോ ഈ അപ്ഡേറ്റ്, പുതിയ പുതിയ എപ്പിസോഡിന്റെ താഴെ ഇങ്ങനെ മെസ്സേജ് വരുമല്ലോ, ആ ഫേബമോടെ വല്ല ന്യൂസ് വല്ല അറിവും ഉണ്ടോ എന്ന് കമന്റ്സ് വരുമല്ലോ, അവരത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. അതായത് ഫേബ നീ ഇത്രയും വർഷമായിട്ടും പുതിയ പുതിയ ലൈവിന്റെ കമന്റ്സിലും നീയാണ്. മോളെ ഇടയ്ക്ക് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യും, ഐ എം സോറി. ഇതൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് ഇപ്പം AI കാലമാണ്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഉള്ള സോഫ്റ്റ്വെയർ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണാനും ഡെമോഗ്രഫി ഒക്കെ അറിയാനും ആരൊക്കെ കാണുന്നതെന്ന് അറിയാനും. അപ്പോൾ അതിനകത്ത് യൂട്യൂബ് നമുക്ക് സജഷൻസ് തരും. നിങ്ങളുടെ ചാനലിൽ ഇന്ന വീഡിയോ കൊണ്ടുവന്നാൽ അത് കൂടുതൽ ആളുകൾ അതിന് പ്രയോജനമാകും, ഒത്തിരി ആളുകൾ സെർച്ച് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും സജഷൻസ് തരും. സോ യൂട്യൂബ് എനിക്ക് തന്നൊരു സജഷൻ എന്താണെന്നറിയാം, വാട്ട് ഈസ് ഫേബ ഡൂയിങ് നൗ എന്നൊരു വീഡിയോ ചെയ്യുക. സത്യം, ഇത് വ്യൂവേഴ്സ് അല്ല പറയുന്നത്, യൂട്യൂബിൻ്റെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകാർ ഞങ്ങളോട് പറയുകയാണ്, പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ഫേബ. കാരണം അവർക്കറിയാമല്ലോ, സെർച്ച് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും വെച്ച് അവരുടെ ഒരു അൽഗോരിതം ഉണ്ട്, അത് വെച്ച് അവരത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ കുറേ സജഷൻസ് എല്ലാ ദിവസവും തരും എനിക്ക്, ഇന്ന വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്കത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. സോ അതിനകത്ത് എനിക്ക് പെട്ടെന്ന് അത് ഭയങ്കര മണ്ടേല, എനിക്കത് ഭയങ്കര എൻ്റെ ക്യൂരിയോസിറ്റി, എൻ്റെ വലിയൊരു ആകാംക്ഷ, ഇതെങ്ങനെ യൂട്യൂബ് അറിയുന്നത്, നമുക്കറിയാം ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടെന്നുള്ളത്. ക്യാരി ഓൺ മോളെ. സ്തോത്രം. അപ്പൊ യൂട്യൂബ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുവാന്ന്. സ്തോത്രം. ഓക്കെ, അപ്പം എന്റെ ഒരു റീക്യാപ്പ് നമ്മൾ പറയുവാണെങ്കിൽ, എന്റെ പാരന്റ്സിന്റെ അമ്മയുടെ 41ാമത്തെ വയസ്സിലാണ് ഞാൻ ഉണ്ടായേ. അമ്മ 2 വർഷം പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ മോളാണ് ഞാൻ. എന്റെ 10 വയസ്സിൽ എനിക്കൊരു നെക്ക് പെയിൻ ഉണ്ടായി. അന്ന് ഡോക്ടേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ 20ാമത്തെ വയസ്സിൽ എന്റെ സ്പൈനൽ കോഡിനകത്ത് സെറിങ്സ് എന്നും പറഞ്ഞൊരു സാധനം ഒരു മാസം വളർന്ന് എലോങ്ങേറ്റ് ചെയ്ത് വളർന്നു വരുക എന്നുള്ളൊരു ഡയഗ്നോസിസ് ആയിരുന്നു. അതിനുശേഷം 4 വട്ടം എന്റെ ലെഫ്റ്റ് സൈഡ് പാരാലിസിസ് ആയി, സ്പൈനലിൽ ട്യൂമർ വന്നു, 6 മാസം ഡോക്ടർ കാലാവധി പറഞ്ഞു. അതെല്ലാം കർത്താവ് കൈ പിടിച്ച് നടത്തിയതുപോലെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും, അമ്മ കുഞ്ഞിന്റെ കൈ പിടിച്ച് നടക്കുവാണെങ്കിൽ ആ കുഞ്ഞിന്റെ കാലും അമ്മയുടെ കാലും ഒരുപോലെ കാണാം, അത് ഒരുപോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു കാല് മാത്രമേ കാണത്തുള്ളൂ, അതൊരു വലിയ കാലാ. ആ കാല് എന്റെ കാല് അവിടെ എങ്ങും കാണത്തില്ല. ഞാൻ ഈ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ, നമ്മൾ സ്വാഭാവികമായി നടന്ന് കുറേ ദൂരം നടക്കുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമല്ലോ, അതുപോലെ ഞാനിങ്ങനെ കുറേ ദൂരം നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു വലിയ കാൽപാദം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതെന്റെ അപ്പന്റെയാ. കാരണം അപ്പന്റെ കൈ പിടിച്ചല്ല ഞാൻ നടന്നേ, അപ്പൻ എന്നെ വഹിച്ചോണ്ടാ നടന്നേ. അങ്ങനെ വഹിച്ചുകൊണ്ട് നടന്നുകൊണ്ട് മാത്രം ഇന്നും ജീവനോടെ ഇരുന്ന യഹോവ വലിയവനാണെന്നും ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്നും എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഞാനത് പൊസസീവായിട്ട് തന്നെ പറയാറുണ്ട്, കർത്താവിന് എന്നോടായി ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന്. അപ്പം അങ്ങനെ എനിക്ക് പറയാനും എനിക്കൊരു ഉറപ്പ് തരുന്നത് ഞാൻ കടന്നു വന്ന ആ പാതയാ. അത് ഞാൻ ഒരിക്കലും പറയില്ല അത് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ 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 എന്നോട്. കാരണം പലതും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായത് പോലും എൻ്റെ ഈ അസുഖത്തിന്റെ പേര് പറഞ്ഞ. കാരണം എനിക്ക് ഡൽഹി എയിംസിൽ MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടും എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമായ എനിക്ക് എൻ്റെ ഡോക്ടർ ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം പോലും നഷ്ടപ്പെട്ടത് എനിക്ക് ഈ അസുഖം കാരണം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കർത്താവിൽ നിന്ന് അകന്നു പോകേണ്ടടുത്ത് കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു. കാരണം കർത്താവിന് അറിയാമായിരുന്നു ഞാൻ പൊടിയാണെന്നും ഞാൻ കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്നു. പക്ഷേ ഒരു മേഘാരൂഢനായിട്ട്
ആ ഒരു കാറ്റ് ഞാൻ പറന്നു പോകാതെ എന്നെ കാത്തൊരു ദൈവമാണ്. അതായത് നമ്മള് കരിയിലയുടെയും ആഹ് അങ്ങനെ, അല്ല, ഒരു ക്ലേ ബോളിന്റെയും ഒരു സ്റ്റോറി കേൾക്കത്തില്ല. മഴ പെയ്തപ്പം കരിയില കയറി വന്നു, കാറ്റടിച്ചപ്പം കല്ല് വന്നു, കാറ്റും മഴയും കൂടെ വന്നപ്പം രണ്ടും പറന്നുപോയി. പക്ഷെ എനിക്ക് എന്റെ കർത്താവ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാനൊരു ക്ലേ ആണെന്നും, ഞാൻ എന്റെ കാറ്റ് വരുമ്പോ ഞാനൊരു കരിയിലയാണെന്നും, എന്റെ അവസ്ഥ മാറുന്ന അനുസരിച്ച് അപ്പന്റെ അവസ്ഥയും മാറി. അപ്പൻ അതുപോലെ എന്റെ കൂടെ നിന്നു. ഞാൻ കരിയില ആയിടത്ത് അപ്പൻ ഒരു ക്ലേ ബോൾ ആയി, ഞാൻ ക്ലേ ബോൾ ആയിടത്ത് അപ്പൻ ഒരു കരിയിലയായി. അല്ലാതെ ഞങ്ങൾ രണ്ടും കൂടെ ഒലിച്ചു പോയില്ല. അപ്പൊ അത് ആ ഞാൻ മാറുന്നതനുസരിച്ച്, എന്റെ എന്റെ അവസ്ഥ മാറുന്ന അനുസരിച്ച് എന്റെ കൂടെ നിന്നൊരു അപ്പനാ അത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്റെ അപ്പയ്ക്ക് ഒരു ദിവസം, എന്റെ അപ്പയ്ക്ക് ഡിമെൻഷ്യ ആണെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇന്നും അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പം ഡോക്ടർ, ഒരു പോസ്റ്റ്മാൻ വന്നിട്ട് ഇത് ഫെബെ ആൻഡ് തോമസിന്റെ വീടാണോ എന്ന് ചോദിച്ചപ്പോ അപ്പ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരാളില്ല, ഇത് എന്റെ വീടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഭയങ്കര വിഷമായിട്ട് ഞാൻ വലിയപോലെ ഇരുന്ന് കരഞ്ഞു. കാരണം കാരണം അപ്പയുടെ അസുഖത്തിന്റെ കൊണ്ടാണ് അപ്പ അത് പറഞ്ഞെങ്കിലും എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം എന്റെ അപ്പൻ എന്നോട്, ഞാൻ പറഞ്ഞു, എന്റെ അപ്പൻ എന്നെ മറന്നല്ലോ അപ്പേ എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ഇനി എനിക്കൊരു പിതാവിന്റെ സ്നേഹം കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോ എന്റെ അപ്പൻ എന്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതാ, നിന്റെ ബയോളജിക്കൽ ഫാദറാ നിന്നെ കൂടുതൽ സ്നേഹിച്ചെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഒരപ്പന്റെ എല്ലാ സ്നേഹവും തന്ന് നിന്നെ വളർത്തിയത് ഞാനല്ലേ, ഞാൻ നിന്നെ മറന്നോ എന്നായിരുന്നോ ചോദിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പ, അപ്പ എന്നെ മറന്നില്ല, അപ്പ എന്നെ മറന്നില്ല, അത് മതി. ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് മോളുടെ പേരെന്നാന്ന് ചോദിക്കുമ്പോ അപ്പ അനു, അങ്ങനെ എന്റെ അല്ലാത്ത പേരുകളൊക്കെയാ പറയുന്നേ. പക്ഷെ അതിലൊക്കെയും ഞാൻ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്കറിയാം, എന്നെ മറക്കാത്തൊരപ്പൻ എന്റെ കൂടെ ഉണ്ട്. ഈ ലോകത്തിൽ ആര് മറന്നാലും എന്നെ മറക്കാത്ത എന്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്പൻ, അതെനിക്ക് ഭയങ്കര ഒരു ബലാട്ടോ. അത് ഞാൻ ഈ കടന്നു വന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഞാൻ അത് അറ്റൈൻ ചെയ്തത്. എല്ലാവരും എന്നോട് ചോദിക്കും, ഫെബ നീ എങ്ങനെയാ ദൈവശബ്ദം കേൾക്കുന്നത്, നീ ദൈവശബ്ദം എങ്ങനെയാ തിരിച്ചറിഞ്ഞത്, ദൈവശബ്ദം എങ്ങനെയാ എന്താ കാറ്റ് പോലെ, ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ ഈ ആസാദിയുടെ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് അമ്മയെ വിളിക്കുക അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ പല രീതിയിൽ ചോദിക്കും. അന്നേരം പല രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ അവസ്ഥയിൽ ഞാൻ ആ ശബ്ദം കേൾക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പനെ കാണുക, ആ അപ്പന്റെ ശബ്ദം കേൾക്കുക, ഞാൻ അപ്പന്റെ പ്രസൻസ് ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ അനുഭവമുള്ളൂ. പക്ഷെ അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് അവർക്ക് വചനത്തിലൂടെ മതി ഒരു ധൈര്യം. അപ്പൊ അപ്പൻ വചനത്തിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. നമ്മുടെ അവസ്ഥ അറിഞ്ഞാണ് നമ്മളോട് കർത്താവ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ഫിസിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ അടുത്തൊരു കുട്ടി വന്ന് എന്നെ ഫിസിയോതെറാപ്പി ചെയ്യും. അപ്പൊ അവള് ചോദിക്കും അമ്മയോട്, ആന്റി ഇത് എങ്ങനെ ആന്റിക്ക് പറ്റുന്നതെന്ന് ചോദിക്കുമ്പോ അമ്മ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ, കുഞ്ഞുമോൾക്ക് വഹിക്കാൻ പറ്റുന്നതേ കർത്താവ് തരത്തുള്ളൂ. കർത്താവിനറിയാം കുഞ്ഞുമോൾക്ക് എത്ര സഹിക്കാൻ പറ്റുമെന്ന്. അതേ ഞാനും സഹിക്കുന്നുള്ളൂ. അതിനുശേഷം സ്റ്റെറിൻ വന്ന് പറഞ്ഞൊരു വാക്കാ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഞാനും പറയും, എനിക്ക് സഹിക്കാൻ പറ്റുന്നതേ ദൈവം എനിക്ക് തരത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെങ്കിലും വരുമ്പോ, എന്നെ മറന്നോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുകയില്ലെന്ന് അറിയുകയല്ലേ എന്നൊക്കെ. പക്ഷെ നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, നമുക്കിതൊക്കെ സഹിക്കാൻ പറ്റുമെന്നേ. നമുക്കിത് സഹിക്കാൻ പറ്റും എന്ന് മെനഞ്ഞവന് നന്നായി അറിയാവുന്നത് കൊണ്ട് മാത്രം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മള്. കാരണം എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന, എനിക്ക് ഓർമ്മയില്ല ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോന്ന്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീയിലേക്ക് ഇട്ടപ്പോ കർത്താവിന് ആ രാജാവിന്റെ മനസ്സ് മാറ്റിക്കാമായിരുന്നു.
അല്ലെങ്കിൽ തീയുടെ കാഠിന്യം കുറയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഇടിവെട്ടി ഒരു മഴ പെയ്യിക്കായിരുന്നു, അല്ലെങ്കിൽ അന്നേരം ഒരു കറണ്ട് കട്ട് ഉണ്ടാക്കായിരുന്നു. എന്ത് വേണേലും കർത്താവിന് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ആ തീയുടെ കാഠിന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നാലാമതായി ഒരാളായിട്ട് വരുവാണെങ്കിൽ കർത്താവ് ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാ. നമ്മുടെ ചിന്തയാണ് പോകുന്നത് കർത്താവിന് ആ തീ അണയ്ക്കാമായിരുന്നു, കർത്താവിന് രാജാവിന്റെ മനസ്സ് മാറ്റാമായിരുന്നു, കർത്താവിന് അങ്ങനെ ചെയ്യാമായിരുന്നു, കർത്താവിന് ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് ചിന്തിക്കുന്നത് ഈ മായിരുന്നു ഒന്നും അല്ല മോളെ, ഞാൻ ആണ്, ഞാനാണ്, ആയിരുന്നു, അങ്ങ് മേ ബി ഓ മേ നോട്ട് ബി അല്ല, ഐ ആം ഹൂ ഐ ആം. അവിടെ തുടരുന്നതും അവിടെയാണ്, അവസാനിക്കുന്നതും അവിടെയാണ്, അതിനിടയിൽ ഒന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ അപ്പന്റെ ഒപ്പമാണ് നമ്മളെന്ന്. അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എന്താ പറയാ, നമ്മൾ പലപ്പോഴും ഇപ്പം ബാഹ്യമായ കാര്യങ്ങൾക്ക് ഒത്തിരി പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല നമ്മളെയും കർത്താവുമായിട്ട് നിലനിർത്തുന്ന അത് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി അത് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ എല്ലാവരും എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇതിനിടയിൽ ഒരു അപ്ഡേറ്റ് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ ഫാദർ, ഞാന്, അമ്മ, ഇത്രയും പേരാണ് ഇവിടെ ഉള്ളതെന്നാ. എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരും എന്നോട്, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കുട്ടി എനിക്ക് ദുബായിൽ നിന്ന് മെസ്സേജ് ഇട്ടു. ആ കുട്ടി ആദ്യം എന്നോട് ചോദിച്ചു, അമ്മച്ചി ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് ആദ്യം ചോദിച്ചേ. അപ്പം എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈ 13-ാം തീയതി അമ്മച്ചിയുടെ 94-ാമത്തെ വയസ്സിൽ വളരെ ശാന്തമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ശവമടക്ക് എല്ലാം അമ്മച്ചിക്ക് ലഭിച്ചു. അമ്മച്ചി യാത്രയാകുമ്പോൾ അമ്മച്ചി ഒത്തിരി ഹാപ്പി ആയിരുന്നു. അമ്മച്ചി പക്ഷെ അവസാന കാലമായപ്പോഴത്തേനും അമ്മച്ചിയുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് അമ്മച്ചിക്ക് സംസാരിക്കാനൊന്നും കഴിയാതെ ആയി. എങ്കിലും ഷീ വാസ് വെരി ഹാപ്പി. എൻ്റെ അമ്മ അവസാനം ചായയൊക്കെ കൊടുത്താണ് അമ്മച്ചി പോയ. അമ്മച്ചി ആഗ്രഹിച്ച പോലുള്ള നല്ല ചായയൊക്കെ കൊടുത്താ അമ്മച്ചി പോയേ. അമ്മച്ചി അമ്മച്ചി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു അമ്മച്ചി. പക്ഷെ അമ്മച്ചി പോയി. അതിനുശേഷമുള്ളതെന്ന് വെച്ചാൽ ഞാന് ഇവിടുത്തെ സാക്ഷ്യത്തിന് ശേഷം ഞാൻ ഒരുപാട് ശാരീരികമായി ബലഹീനയായിരുന്നു. ഞാൻ ഒട്ടും നടക്കാൻ ബുദ്ധിമുട്ടായി. എനിക്ക് ശ്വാസം എടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പം എനിക്ക് എന്താ ചെയ്യണ്ടേ എന്നറിയില്ലായിരുന്നു. അപ്പൊ എന്റെ സാക്ഷ്യം കേട്ടവർക്കൊക്കെ അറിയാം, ഡൽഹി എയിംസിലും ജോൺ ഹോപ്കിൻസിലും ഒക്കെ നമ്മൾ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് ഒന്നും ചെയ്യാനില്ല, സർജറി അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല, സർജറി ഒരു റിസ്ക് ആണ് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ അവസാനം ഞാൻ ഈ വേദന സഹിച്ചു മടുത്തു. ഞാൻ അന്ന് അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അപ്പാ ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങ് കേൾക്കുന്നില്ലെങ്കിൽ എത്രയോ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്ന ആരുടെയും ഒരാളുടെ പ്രാർത്ഥന കേട്ടിട്ട് എന്റെ വേദനയ്ക്ക് ഒരു ശമനം താ എന്നായിരുന്നു എന്റെ ഒരു പറച്ചിൽ. കാരണം നമ്മള് ഈ പിള്ളേര് വാശി പിടിച്ച് കരയുമ്പം അമ്പനും വില്ലിനും അടുക്കുന്നില്ലേ, നമ്മളങ്ങ് പള്ളു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തോ വരട്ടെ, നമുക്കങ്ങ് ദേഷ്യം വന്ന് അപ്പനൊന്നും ചെയ്തിട്ടില്ലാത്ത പോലുള്ള വർത്തമാനം. ആ മാതിരി ഞാനങ്ങ് വർത്താനം പറയാതെ എന്റെ പ്രാർത്ഥന കേൾക്കുന്നേ ഇല്ലയോ. കർത്താവിന് വേറെ ആരെങ്കിലും എനിക്ക് ഇഷ്ടമെങ്കിൽ, അപ്പന് വേറെ ആരോടാലും ഇഷ്ടമെങ്കിൽ അവര് പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേൾക്കണ്ട. അവരും പറയുന്നില്ലേ ഫെബനെ വിടുവിക്ക്, ഫെബയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു എന്ന്. അങ്ങനെ കഴിഞ്ഞു പോയി. ഞങ്ങൾ 2023 ഒക്ടോബർ മാസമായപ്പോൾ ഞാൻ സർജറിക്ക് വേണ്ടിയാണ് എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റിക്ക് പോയത്. ഞാൻ അവിടെ ന്യൂറോ സർജൻ വില്ലിംഗ് ആണെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ പോയേ. പക്ഷെ ഡോക്ടർ വില്ലിംഗ് അല്ലായിരുന്നു, ഡോക്ടർ സർജറിക്ക് വില്ലിംഗ് അല്ലായിരുന്നു. കാരണം എൻ്റെ ഏജ്, ഇതിന്റെ വളർച്ച, ഇതെല്ലാം ഒരു ഫാക്ടർ ആയിരുന്നു. അപ്പം ഞാൻ അന്നേരം വീൽ ചെയറിലാണ് അവിടെ ചെല്ലുന്നത്. അപ്പം അവർക്ക് ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കും, പക്ഷെ വീൽ ചെയറിലോ ഒത്തിരി ആൾക്കൂട്ടമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീൽ ചെയറിലാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു സർജറി പാടാണെന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലായി അപ്പയ്ക്കും അമ്മയ്ക്കും നല്ല പ്രായമുണ്ട് എന്ന്. അതും ഞാൻ ഒറ്റക്കുട്ടിയാ എന്നൊക്കെയുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ
ഉം, അവരുടെ ഒരു ചിന്താഗതിയിൽ അവള് ജീവിക്കുന്നിടം വരെ ജീവിക്കണ്ടേ, അവൾ ആയുസുള്ളിടത്തോളം കാലം അവള് ജീവിക്കണ്ടേ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഒന്ന് എനിക്കറിയാം, അവരുടെ ഹൃദയത്തില്, മനുഷ്യ ഹൃദയത്തിൽ അല്ലെ മനുഷ്യ ബുദ്ധിയില് ആ ചിന്ത കൊണ്ടുവന്നത് എന്റെ അപ്പനാ. കാരണം അപ്പനും തോന്നിക്കാണും, എന്റെ കൊച്ചു കുറെ സഹിച്ചു, അവള് കുറെ ഞാൻ ചപ്പാത്തിക്കിട്ട് കുഴച്ചു, ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം എന്ന് അപ്പന് തോന്നിയത് കൊണ്ടാവാം അവിടെ PMR-ഉം ന്യൂറോയും കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അവര് ഈ ഫിസിക്കലി തളർന്ന ആൾക്കാരെ റീഹാബ് ചെയ്യുന്ന, അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. അവരുടെ അടുക്കൽ എന്നെ ആക്കി. അവിടെ ഞങ്ങള് ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, കാരണം എൻ്റെ ലെഫ്റ്റ് സൈഡ്, കാരണം റൈറ്റ് സൈഡ് നല്ലപോലെ ഡാമേജ്ഡ് ആയിരുന്നു. കാരണം എനിക്കൊന്നും ആഹാരം പോലും എടുത്ത് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അവര് റൈറ്റ് സൈഡ് ഒത്തിരി പ്രോബ്ലം ആയതുകൊണ്ട് അവര് ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആയ, ബലക്കുറവ് ഉണ്ടായിരുന്ന ലെഫ്റ്റ് സൈഡിന് ഒക്കുപേഷൻ തെറാപ്പി തരുകയും ഞങ്ങൾ കുറെ നാള് ഫിസിയോതെറാപ്പി ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇവിടെ ഡോക്ടർ പറഞ്ഞതാണ് ആ, ഫിസിയോതെറാപ്പി മരിക്കുന്നവർ വരെ ഫിസിയോതെറാപ്പി അനാർജസിക്ക് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. സർജറി റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. റിമൂവ് ചെയ്താൽ പിന്നെ റീഗ്രോത്ത് ഉണ്ടാവും. റീഗ്രോത്ത് ഉണ്ടായ എപ്പോഴും റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് അത് ആപ്ലിക്കബിൾ അല്ല, അതത്ര നല്ലൊരു ഐഡിയ അല്ല. വൺസ് റിമൂവ് ചെയ്ത സാധനം പിന്നെ അത് റീഗ്രോ ചെയ്താൽ അത് പിന്നെയും നമ്മൾ റിമൂവ് ചെയ്യണം. അതാണ് PMR-ന്റെ അടുക്ക വിട്ടത്. അങ്ങനെ അദ്ദേഹം PMR-ന്റെ അടുത്ത് വിട്ടിട്ട് ഞങ്ങള് അവിടെ അവര് ഫിസിയോ ഒക്കെ തുടങ്ങി. ഞങ്ങള് ആസ്റ്റർ വരെ പോകാൻ പറ്റാഞ്ഞത് കൊണ്ട് ഞങ്ങൾ പുഷ്പഗിരിയിലായിരുന്നു കാണിച്ചത്. അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം പിന്നെ ഞങ്ങൾ ആസ്റ്ററിൽ തന്നെ പോയി. അതിനുശേഷം എനിക്ക് വേറൊരു സർജറി ഉണ്ടായി. അതിൽ ഇച്ചിരി കോംപ്ലിക്കേഷൻ അനസ്തീഷ്യയിൽ ഉണ്ടായിരുന്നു എങ്കിലും കർത്താവ് അവിടെ ഭയങ്കര മിറക്യുലസ് ആയിട്ട് എന്നെ കരുതി. എന്നെ കരുതിന്ന് വെച്ചാല് ഫിനി പാസ്റ്റർ ഞാനൊരു ഇത് പറഞ്ഞാല്, നമ്മള് ഈ പെന്തിക്കോസ്ത് ദൈവമക്കളായ ഞാൻ പെന്തിക്കോസ്ത് ഞാൻ എടുത്തു പറയാം കേട്ടോ. ഈ പെന്തിക്കോസ്ത് വിശ്വാസത്തിലായിരിക്കുന്ന, അതായത് നമ്മൾ മറ്റൊരു സമുദായത്തിൽ നിന്ന് നമ്മൾ പെന്തിക്കോസ്റ്റിലേക്ക് വന്ന് നമുക്ക് ഇതുപോലെ ഒരു രോഗമോ കഷ്ടമോ കടഭാരമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഇത് വരുന്നത്. പക്ഷേ ആ ഒരു ഒറ്റപ്പെടല് എനിക്ക് അമ്മയ്ക്ക് ഇതുവരെയും ആരും കൊടുത്തില്ല. കാരണം അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ ബ്ലഡ് റിലേഷൻ അല്ല, ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുക, ഞങ്ങളുടെ ബ്ലഡ് റിലേഷനോ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ ചിന്തിച്ചവരോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തവര്, അല്ലെങ്കിൽ 3-4 വർഷം മാത്രം പരിചയമുള്ളവര്, ഈ ഫിലിപ്പാസ്റ്റിനെ അറിയാം, പാസ്റ്റർ ചേസ് ജോസഫ്. ചേസെങ്കിലായിരുന്നു എൻ്റെ സർജറിയുടെ സമയത്തും എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ അമ്മയുടെ കൂടെ നിന്നേ. കാരണം ഫുൾ ആ ത്രൂ ഔട്ട് ദ പ്രോസസ് അമ്മ ഒറ്റയ്ക്ക് ആയിരുന്നില്ല. കാരണം അമ്മ വിളിച്ച് കരഞ്ഞു, വേറെ ആരാണ് എങ്കിലും എനിക്ക് പ്രശ്നമില്ല, മോള് വയ്യാതിരിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ, ആന്റി ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്നത് ചേസെങ്കിലാണ്. അതുപോലെ ഒരുപാട് പേരെന്ന് വെച്ചാല് എനിക്ക് അത് പറയാൻ വാക്കില്ല. ഇന്ന് എനിക്ക് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു വീട്ടിൽ 3 പേർക്കും അസുഖമാണ്, 3 പേർക്കും മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു എക്സ്പെൻസ് ആണ് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാ. പക്ഷെ അവിടെ എല്ലാം എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഫെബ നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേര്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ക്രിസ്തുവിന്റെ ആ ഒരു സ്നേഹമാണ്. നമ്മള് ക്രിസ്തുവിന്റെ വലയത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെയും ആ ഒരു വലയത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റ് ആകർഷിക്കുന്ന പോലെ തന്നെ ആകർഷിച്ച് നമ്മള് ഒരു കൂട്ടായ്മയിലാകാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് പേര് കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നു. ഒരിക്കലും ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ആ ഒരു ഇത് കർത്താവ് എനിക്ക് തന്നില്ല ഈ ഒരു കാര്യങ്ങൾ വരുമ്പോ. അപ്പോ ഞങ്ങള് അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ ജനുവരി വരെയും എനിക്ക് ഫിസിയോതെറാപ്പി ആസ്റ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു ഇതെന്താന്ന് വെച്ചാല് അവര് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ തരും. ഇഞ്ചക്ഷൻ തന്നിട്ട് എനിക്ക് മസിൽ വേസ്റ്റിംഗ് ഉണ്ട്. ഈ സ്പൈനിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് മസിൽസ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ മസിൽ വേസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് അവിടെയെല്ലാം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ തന്ന് എൻ്റെ കൈ മൂവ് ചെയ്യാനും ഞാൻ നടക്കാനും ഒക്കെയുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ അവർ തന്നു.
അപ്പം അത് ഈ നമ്മൾ 6 months കൂടുമ്പം അല്ലെങ്കിൽ 1 year ഗ്യാപ്പിന് ഒക്കെ ഞാൻ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ നടന്നു. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. അത് ഒരു ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ നടക്കുകയല്ലായിരുന്നു, അത് ഗ്രാജുവലി ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പം ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല പെയിൻ ആയിരിക്കും. കാരണം പണ്ട് ഞാൻ നമ്മായി മരച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ആ മരവിപ്പിൽ നിന്ന് ഞാൻ മാറുന്നത് കൊണ്ട് നല്ല വേദനയായിരിക്കും. ചില ദിവസങ്ങളിലൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്, എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ എനിക്ക് ശരീരത്തിന് വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഫിസിയോതെറാപ്പി നന്നായിട്ട് ഡിലേ ആയി, എനിക്ക് 6 months ഗ്യാപ്പിന് ചെയ്യേണ്ടതാ. അപ്പം ഫിസിയോ ചെയ്യാൻ ജൂൺ ജൂലൈ മാസത്തിലെ ചെയ്യണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെയും ആ ബോഡി ആ ഒരു വീക്ക്നെസ്സിലേക്ക് പോകുന്നതിന്റെ ഒക്കെ കൊണ്ട് എനിക്ക് ആ വേദനയുടെ സിവിയറിറ്റി ഇപ്പൊ എനിക്ക് കൂടുതലാണ്. പക്ഷെ എങ്കിലും ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് ലോകം, നമ്മൾ വചനത്തിലില്ലേ, ലോകം തരുന്ന സമാധാനം അല്ല, കർത്താവ് തരുന്ന ഒരു സമാധാനം. അതായത് അത് ആ ഒരു സമാധാനത്തിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. അന്ന് ഞാൻ സാക്ഷ്യമൊക്കെ പറയുമ്പോഴും എനിക്ക് എന്താ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ അപ്പൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതായത് എന്റെ അമ്മയ്ക്ക് ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, ഞാൻ എങ്ങനെയായിരിക്കണമെന്ന്. അതുപോലെ എന്റെ സ്വർഗത്തിലെ അപ്പനൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പം എനിക്ക് ഇന്നും ഞാൻ ആയിട്ടില്ല അപ്പൻ ആഗ്രഹിക്കുന്ന പോലെ. പക്ഷേ ആ ഒരു ഇതില് ആ ആ ഒരു പ്രോസസ്സില് എനിക്ക് ആ സമാധാനത്തിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്രിസ്തുവിന്റെ ആ ഒരു സമാധാനം. ചില സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാല് ഞാൻ ആകെ അങ്ങ് തകർന്ന് തരിപ്പണമാകുമായിരുന്നു. പക്ഷേ ഈ 3-4 വർഷം കൊണ്ട് ഈ ലോകത്തിലുള്ള പലതും ചപ്പും ചവറുമാണെന്നുള്ള ആ ഒരു റിയലൈസേഷൻ എനിക്ക് കർത്താവ് തരുകയും അതിലൂടെ എനിക്ക് ഭയങ്കര ഒരു സമാധാനത്തിലേക്ക്, ക്രിസ്തുവിലുള്ള ഒരു സമാധാനത്തിലേക്ക് എനിക്ക് കടന്നു വരുവാൻ കർത്താവ് ഒത്തിരി സഹായിച്ചു. എൻ്റെ ജീവിതത്തിലെ പല കാഴ്ചപ്പാടുകളും മാറി, കർത്താവ് അത് മാറ്റിയെന്നേ ഞാൻ പറയുള്ളൂ. അതിൽ ഞാനൊരു വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഈ കൂട്ടിലിട്ട കിടറ്റി കിടക്കുന്ന ഒരു മാക്രിയെ പോലെയായിരുന്നു. അപ്പം ഒരു 2 വർഷം മുമ്പ് എന്നോടൊരു ആള് പറഞ്ഞു, ഞാൻ ഒരാളെ പറ്റി നല്ലൊരു കമന്റ്, ഒരു സെക്കൻഡ് പേഴ്സൺ, ഇപ്പൊ ഒരു എ ആൻഡ് ബി, എനെ പറ്റി ഞാൻ നല്ലൊരു ഫീഡ്ബാക്ക് ബിനോട് പറഞ്ഞു. അപ്പൊ ബി എന്നോട് പറഞ്ഞു, നീ ആ ആളെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നി ആ എ നല്ലതാ, ആ ആത്മീകമാണെന്ന് തോന്നിയെന്ന്. അപ്പം ബി എന്നോട് പറഞ്ഞു, 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ എക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നീ ആ ഹിസ്റ്ററി ഉള്ള ഒരാളാണ് ഈ എ, അപ്പൊ നീ എങ്ങനെ അയാളെ വിശ്വസിക്കാൻ പറ്റുന്നേ എന്ന് എന്നോട് ബി ചോദിച്ചു. അപ്പൊ ഞാൻ ആ ആംഗിളിലൂടെ, ആ കാഴ്ചപ്പാടിലൂടെ ഞാൻ നോക്കാൻ തുടങ്ങിയപ്പം അപ്പൻ എന്നോട് ചോദിച്ചു, കൊച്ചേ, ഞാൻ ക്ഷമിച്ച ഒരാളെ വിധിക്കാൻ നീ ആരാന്ന് ചോദിച്ചു. ഞാൻ നിനക്കറിയോ, നീ ചോദിച്ചോ എയോട് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ അതിന് പാപക്ഷമ ചോദിച്ചിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചിട്ടില്ല. ചിലപ്പോ ഈ എ എന്നോട് പാപക്ഷമ ചോദിച്ച് ഞാൻ അത് ക്ഷമിച്ച് ആ പാപം മോചിച്ചതായിരിക്കാം. പക്ഷെ നീ ഇന്നും ആ കാഴ്ചപ്പാടോടു കൂടെ നീ ആ ആളെ കാണുമ്പോ നീ എന്നെയല്ലേ വിധിക്കുന്നേന്നുള്ളൊരു ചോദ്യം എനിക്ക് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ശരിയാ. അതുവരെ ഒരാള് ഞാൻ അന്ന് ഞാൻ പിന്നീട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, മഗ്ദലക്കാരത്തി മറിയ ഒക്കെ കാണുമ്പം ശിഷ്യന്മാര് കാണുന്ന ഒരു കാഴ്ച ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും, ഓ ഇത് മഗ്ദലക്കാരി മറിയാണല്ലോ, ഞാൻ ഇവിടെ ഞാൻ ഒരു പന്തിയിലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു കാറ്റഗറി ആയിരുന്നു ഞാൻ ശിഷ്യന്മാരെങ്ങനെ ചിന്തിച്ചു എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അപ്പൻ മാറ്റി. അല്ല, അപ്പന്റെ സന്നിധിയിൽ വന്ന് അപ്പന്റെ അടുക്ക ചെന്ന് അപ്പാന്ന് വിളിച്ച അത് പുത്രനാണ്. നമ്മൾ അപ്പാന്ന് ഒരിക്കലും ഒരു അന്യാർത്ഥക്കാരൻ വന്നിട്ട് അപ്പാന്ന് ആരെയും വിളിക്കത്തില്ല. അപ്പാന്ന് വിളിക്കാൻ ഒരു മകൻ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ആ മകൻ ആ വ്യക്തിയെ അപ്പാന്ന് വിളിക്കൂ. അപ്പൊ ഞാൻ അപ്പയെ കയറി അപ്പാന്ന് വിളിക്കുമ്പോ എനിക്ക് അവകാശം കിട്ടി. അതേ അവകാശം മറ്റൊരാൾക്കും ഉണ്ടെന്നും ആ ധൂർത്തപുത്രന് വേണ്ടി കാത്തു നിന്ന അപ്പൻ എല്ലാം വിട്ട് സ്നേഹിച്ച മകൻ,
ഞാൻ പലപ്പോഴും നമ്മൾ ധൂർത്തപുത്രനെയാണ് ഒത്തിരി പ്രഷർ ചെയ്ത് പറയുന്നത്. ധൂർത്തപുത്രനെ എല്ലാം വിട്ടുപോയപ്പോൾ അപ്പം വന്ന് ചേർത്ത് പിടിച്ചു എന്ന് പറയുമ്പോ ആ ധൂർത്തപുത്രനല്ല ഞാൻ ആ മൂത്ത മകനാ. അതായത് നഷ്ടപ്പെട്ട മോനെ തിരിച്ചു കൊണ്ടുവന്ന സന്തോഷത്തിന് അപ്പൻ ആഘോഷിക്കുമ്പോൾ വീട്ടിൽ കയറാൻ മടി കാണിക്കുന്ന മകനാ ഞാൻ എന്നുള്ളൊരു റിയലൈസേഷൻ കർത്താവ് എനിക്ക് തന്നു. കർത്താവ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുമ്പോൾ അവരെ ഉൾക്കൊള്ളാനുള്ള എന്റെ ബുദ്ധിമുട്ട് ഞാൻ ഒത്തിരി കാട് കയറി പറയുന്നല്ലേ, സോറി. അപ്പൊ അങ്ങനെ എന്നെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. അത് എനിക്ക് എൻ്റെ ആത്മീക വർധനവിന് ഒത്തിരി കാരണമായി. പിന്നെ എനിക്ക് കഴിഞ്ഞ 2023 ഒക്ടോബർ മുതലാണ് എൻ്റെ ട്രീറ്റ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തതും ഞാൻ ആസ്റ്ററിൽ കാണുന്നതും. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇത് ചെയ്തു. കഴിഞ്ഞ ജൂൺ മുതൽ ഈ ജൂൺ 2024 ജൂൺ മുതൽ 2025 ജൂൺ വരെ ഞാൻ 38 പ്രാവശ്യം ആസ്റ്ററിൽ പോയിട്ടുണ്ട്. അതിനൊക്കെ കർത്താവ് കരുതി. കാരണം ഞാൻ ആസ്റ്ററിനെ പുകഴ്ത്തിയല്ല പറയുന്നേ, ഞാൻ ഇവിടെ കർത്താവിനെയാണ് പുകഴ്ത്തുന്നത്. കാരണം ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ആസ്റ്റർ പോയിട്ട് വേറൊരു ഹോസ്പിറ്റലിലും പോവാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ കർത്താവ് പ്ലാൻ ചെയ്തു അവളെ ആസ്റ്ററിൽ കൊണ്ടുപോകണം എന്നുള്ളത്. കർത്താവ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു പോയതാണ്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേദനയുണ്ട്, പക്ഷെ എങ്കിലും നടക്കാം എന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഒരാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാനോ എന്റെ പുറത്ത് വന്ന് മോളെ എന്നും പറഞ്ഞ് തട്ടാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല. എന്നെ കാണുന്നവർക്ക് ഈ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയാൻ മാത്രം ഉള്ള ഒരു മാറ്റം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഇത് പുറമേയുള്ള ആ ഒരു ഇതേ ഉള്ളൂ, അകത്ത് ഭയങ്കര ഭാരമുണ്ട് എന്ന്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എങ്കിലും ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും കർത്താവ് എനിക്ക് ദാനമായി തന്നു. പക്ഷെ ഈ 4 വർഷത്തിനിടയിൽ മറ്റു പല ബുദ്ധിമുട്ടുകളും വന്നു. എൻ്റെ അപ്പ ഭയങ്കര ചുമ തുടങ്ങി, ചുമയായി. അത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ അപ്പയ്ക്ക് ചുമയായിരുന്നു. അത് നമ്മള് കാരിത്താസിലും ഇവിടെ പരുമല ഹോസ്പിറ്റലും ഒക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പയുടെ ലങ്സിനകത്ത് ട്യൂമേഴ്സ് വന്നിട്ട് അപ്പയുടെ റൈറ്റ് ലങ്സ് കംപ്ലീറ്റ്ലി ഡാമേജും ലെഫ്റ്റിന് മാത്രമേ ഉള്ളൂ ഇച്ചിരി പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി. അപ്പൊ അവർ ബയോപ്സിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ ന്യൂറോ ഡോക്ടർ ബയോപ്സിക്ക് പെർമിഷൻ തന്നില്ല. കാരണം എൻ്റെ അപ്പയുടെ ബ്രെയിൻ ചുരുങ്ങുകയും ബ്രെയിനകത്ത് ബ്ലീഡിങ്ങും ഉണ്ട്. അപ്പം ആ സമയത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ബസ് ബയോപ്സി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബയോപ്സി പ്ലാൻ മാറ്റി നമ്മൾ മെഡിക്കേഷൻ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും അപ്പ ട്രീറ്റ്മെന്റിലാണ്. അപ്പയ്ക്ക് മെഡിസിൻ ഉണ്ട്. നമ്മൾ ഇവിടെ ആലപ്പുഴയിൽ ഒരു ഡോക്ടർ വേണുഗോപാലിനെയാ കാണിക്കുന്നത്. അപ്പൊ അപ്പയ്ക്ക് മഴ നനയാനേ പാടില്ല. പക്ഷേ ഇപ്പൊ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ സ്വഭാവമാണ് ഞങ്ങളുടെ അപ്പയ്ക്ക്. ഈ മഴക്കാലം ഞങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്ത് മഴ വന്നാ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. ഈ മഴ വന്നാൽ എൻ്റെ അമ്മ ഗ്രില്ലും ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവാൻ ഏതൊക്കെ വാതിലുണ്ടോ അതെല്ലാം പൂട്ടി താക്കോലും കൊണ്ടാണ് നടക്കുന്നത്. കാരണം അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അപ്പ ഈ കൊച്ചു പിള്ളേർ അമ്മേനെ കണ്ണ് വെട്ടിച്ച് വെള്ളത്തിൽ ചാടുന്ന പോലെ ഞങ്ങളുടെ അപ്പ മഴയിൽ ചാടും. അത് പിന്നെയും വയ്യാഴി കൂട്ടും. കഴിഞ്ഞ 1 മാസം മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇപ്പൊ അമ്മയുടെ കുഞ്ഞു വാവയാണ് അപ്പ. കാരണം നന്നായിട്ട് ഓർമ്മക്കുറവുണ്ട്, ബ്രഷ് ചെയ്യാനും എല്ലാത്തിനും മടിയാണ്. എല്ലാം അമ്മ ചെയ്യിപ്പിക്കണം. അമ്മ കഴിഞ്ഞ വർഷമൊക്കെ അമ്മയായിരുന്നു ഷേവ് ചെയ്യിക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്നതും എല്ലാം. ഇപ്പോഴും അമ്മയാണ്. അപ്പൊ ഞാൻ കളിയാക്കും, എന്തൊരു ഭാഗ്യ അമ്മയെ കുളിപ്പിക്കുന്നു. എൻ്റെ അമ്മ അമ്മയുടെ അമ്മേനെ കുളിപ്പിക്കുന്നു, അമ്മയുടെ മോളെ കുളിപ്പിക്കുന്നു, അമ്മയുടെ ഭർത്താവിനെ കുളിപ്പിക്കുന്നു. അതുപോലെ അമ്മയ്ക്ക് ഭയങ്കര കഴിവാ കർത്താവ്. അമ്മയ്ക്ക് ഭയങ്കര കൃപയും കഴിവും ഒക്കെയാ കർത്താവ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴും അമ്മ എന്നെ കുളിപ്പിക്കുന്നത്. അപ്പം അതുപോലെ എല്ലാവരെയും ഈക്വലി ടേക്ക് കെയർ ചെയ്യാനുള്ള കൃപ കർത്താവ് കൊടുത്തു. അങ്ങനെ അപ്പാനെ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു ജൂൺ ജൂലൈ ആയപ്പോഴത്തേനും അമ്മച്ചിയുടെ മരണശേഷം എന്റെ ഓപ്പറേഷനൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ലെഫ്റ്റ് കൈ അമ്മ ഒട്ടും ഉപയോഗിക്കാതായി. അമ്മ ഇങ്ങനെ തളർന്ന പോലെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആസ്റ്ററിൽ തന്നെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് MRI ചെയ്തപ്പം അമ്മയുടെ തോളിലെ 3 ടെൻഡനും പൊട്ടിയിട്ട് ബോൾ ആൻഡ് സോക്കറ്റ് തമ്മിൽ ഗ്യാപ്പാന്ന് കണ്ടുപിടിച്ചു. അന്നേരമേ സർജറി പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ അന്ന് ഞാനും വീക്കാണ്, അമ്മയും
പറ്റാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് സർജറി വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ PRP എന്ന് പറഞ്ഞുള്ളൊരു തെറാപ്പി ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്മ കൈ പതിയെ മൂവ് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ അമ്മയ്ക്ക് ഭാരം ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അമ്മയുടെ തോളിന് ബലമില്ല. അങ്ങനെയായി. പക്ഷെ ഈ 2025 മാർച്ച് ആയപ്പോഴത്തേനും അമ്മ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി. അമ്മയുടെ കൈ ഒട്ടും മൂവ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ MRI ചെയ്തപ്പോഴത്തേനും അമ്മയുടെ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്ന ടെൻഡൻ കംപ്ലീറ്റ്ലി പൊട്ടിയിട്ട് അമ്മയുടെ ബോൾ ആൻഡ് സോക്കറ്റ് തമ്മിൽ 6 to 7 സെന്റിമീറ്റേഴ്സിന്റെ ഗ്യാപ്പായി. അപ്പൊ എപ്പോ വേണേലും അമ്മയുടെ കൈ ഊരിപ്പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയി. അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ആ ആ ഒരു സമയത്ത് എൻ്റെ കൂടെ വരാൻ ആരുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അമ്മേനെ ആസ്റ്ററിൽ കൊണ്ടുപോയെ. അപ്പൊ ആസ്റ്ററിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫേബ MRI എടുക്കണം, എന്താ ഇപ്പോഴത്തെ സിനാരിയോ എന്ന് നമുക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രാത്രി 8:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് സ്ലോട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പം അവിടെ ഒരു മനുഷ്യനില്ല. അപ്പൊ ഞാൻ അപ്പാ എന്തുവാ ഇത് എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് കരഞ്ഞു. കാരണം എനിക്കത് ബെയർ ചെയ്യാവുന്നതിലും ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ നോക്കാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്കൊരു വയ്യാഴ്ക വരുമ്പം എനിക്ക് അമ്മയെ നോക്കാൻ പറ്റത്തില്ല, എനിക്കോ അപ്പയ്ക്കോ നോക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ ആരോഗ്യവതി എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മ മാത്രമായിരുന്നു. അപ്പൊ ആ അമ്മ ഇപ്പൊ MRI ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടപ്പം എനിക്കത് ബെയർ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോഴത്തേനും പിറ്റേ ദിവസം പിന്നീട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വലിയ കുറവ് കൊണ്ട് ഞങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യമില്ലാത്തത് കൊണ്ടും നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് നമ്മളെ സർജറി ചെയ്യണമായിരുന്നു. എങ്ങനെ എന്ന് എനിക്ക് ഒരു പിടുത്തവും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ഒരു ആന്റിയെ വിളിച്ചു. ആന്റിയെ വിളിച്ചപ്പോൾ ആന്റി പറഞ്ഞു, ആന്റി വിളിച്ചത് ഞാൻ അപ്പനോടൊരു തീരുമാനം എടുത്തു, ഞാനായിട്ട് ആരോടും പൈസ ചോദിക്കില്ല, പക്ഷേ അപ്പൻ ഈ സർജറി നടത്തണം എന്ന് അപ്പൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു സപ്പോർട്ട് മീ എന്നായിരുന്നു. അങ്ങനെ കർത്താവ് ഞാൻ ആഗ്രഹിച്ചത് കർത്താവ് മുന്നിൽ നിൽക്കണം. കാരണം എനിക്ക് ഇതിൽ മാനുഷികമായിട്ട് മുന്നിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ബലഹീനത നന്നായി അറിയാം. കാരണം എൻ്റെ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ എനിക്കൊന്ന് എണ്ണിപ്പിച്ചിരുത്താൻ പോലുമുള്ള ആരോഗ്യം എനിക്കില്ല. അപ്പോൾ കർത്താവ് അപ്പൻ ഇതിന് വില്ലിങ് ആണെങ്കിൽ ഐ ആം റെഡി. കാരണം അമ്മയ്ക്ക് 10-12 വർഷമായി ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ട്. അപ്പം മെഡിക്കൽ ലൈനിലുള്ളവർക്കൊക്കെ അറിയാം, ഈ 10 ഇയേഴ്സോളം ഇത്രയും പ്രോബ്ലം ഉള്ള ഒരാൾക്ക് ഒരു മേജർ സർജറി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻസാണ്. അപ്പം ഞാനായിട്ടൊരു ഡെസിഷൻ എടുത്തിട്ട് അതൊരു തെറ്റായി പോയാൽ ഞാനേ ദുഃഖിക്കുള്ളൂ, വേറെ ആരുമില്ല എൻ്റെ കൂടെ ദുഃഖിക്കാൻ. അപ്പം എനിക്ക് അപ്പൻ്റെ ഒരു ഉറപ്പ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ അപ്പൻ്റെ സന്നദ്ധിയിലിരുന്ന് ഒത്തിരി വിഷമിച്ചു. പക്ഷെ അപ്പൻ അതിനുവേണ്ടി എനിക്കൊരു വാതിൽ തുറന്നു. അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതി ഒരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു അമ്മയുടെ ലെഫ്റ്റ് ഷോൾഡറിന്റെ ബോൾ ആൻഡ് സോക്കറ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് പുതിയ ബോൾ ആൻഡ് സോക്കറ്റ് വെച്ചു. അമ്മയ്ക്ക് 4 മാസം അമ്മ റെസ്റ്റിലായിരുന്നു. ഈ 4 മാസം ഒക്കെയും കർത്താവ് ഞങ്ങളെ നടത്തി കേട്ടോ. ഞാൻ അന്ന് ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് അമ്മേനെ റൂമിൽ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അത്രയും നേരം ആ തിയേറ്ററിന്റെ മുമ്പിൽ ഞാൻ ഇരുന്നു. എൻ്റെ കൂടെ സുജ എന്ന് പറയുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു എൻ്റെ ചർച്ചിൽ. ഞാൻ ARC ചർച്ചിലാണ്, അസംബ്ലീസ് ഓഫ് റിഡീംഡ്. അപ്പം ആ ചർച്ചില് എൻ്റെ സുജാന്റി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സുജാന്റി ആണ് അമ്മയ്ക്ക് വെള്ളം കൊടുത്തതും കഴിക്കാൻ കഞ്ഞിയൊക്കെ കൊടുത്തതും ഒക്കെ സുജാന്റിയാ. അത് കഴിഞ്ഞ് ഞാൻ ടാബ്ലറ്റ് കഴിച്ചേ പറ്റൂ, എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു, ഞാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ഗിൽറ്റോടാണ് എണീക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാരണം രാത്രി മുഴുവൻ അമ്മയ്ക്ക് വേദനയാ. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വേദനയോടെ കിടന്നപ്പം എൻ്റെ അമ്മയായിരുന്നു എൻ്റെ കൂടെ നിന്നെ. പക്ഷെ എനിക്ക് എൻ്റെ അമ്മേന്റെ അടുത്ത് നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം വന്ന് ഞാൻ എൻ്റെ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫേബ കഴിഞ്ഞ വർഷമായിരുന്നു ഈ സർജറി എങ്കിൽ നിന്റെ അമ്മയുടെ ഓപ്പറേഷന് നീ ആ തിയേറ്ററിന്റെ മുമ്പിൽ പോലും വന്നിരിക്കാൻ നിനക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് അറ്റ്ലീസ്റ്റ് യു ആർ ഏബിൾ ടു സപ്പോർട്ട് ഹർ ഇൻ സം അതർ വേ. എൻ്റെ മോള് തിയേറ്ററിന്റെ പുറത്തിരിപ്പുണ്ടെന്നുള്ള ഒരു ചിന്തയിലും അമ്മയുടെ ഉള്ളിൽ കൊണ്ടുവരാൻ മാത്രം ഉള്ള ഒരു മാറ്റം. ശരിയാ, നിനക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും നിനക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല, ദാറ്റ് സം അതർ ആസ്പെക്ട്. കാരണം നിനക്ക് വയ്യ, നിനക്ക് പ്രോബ്ലം ഉണ്ട്. ബട്ട് നിന്റെ പഴയതിൽ നിന്നും നിന്നെ കർത്താവ് ഇത്രത്തോളം
കൊണ്ടുവന്നത് അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്കും അന്നേരം ഞാൻ ഓർത്തെ ശരിയാ, എനിക്ക് ഒറ്റയ്ക്കാ. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് ട്രീസ വന്ന എന്നെ വെള്ളം എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തെങ്കിലും ആസ് എ ബൈസ്റ്റാൻഡർ അമ്മയുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് നിൽക്കാൻ, അമ്മയുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റി. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ട്. ഡിമെൻഷ്യ ആയ അപ്പ, കൈ വയ്യാത്ത അമ്മ, സ്പൈന് വയ്യാത്ത മോള്. ഇതിൽ എനിക്ക് തോന്നുന്നു തമ്മിൽ ഭേദം തൊമ്മൻ ഞാനാണെന്ന്. അത്രയും ഒരു മാറ്റം കർത്താവ്. കാരണം അത് ഞാൻ ഞാനത് എനിക്കറിയില്ല. കഴിഞ്ഞ 4 വർഷം മുമ്പ് സാക്ഷ്യം കേട്ട ആൾക്കാർക്ക് അറിയാം അത് എന്ത് വലിയൊരു മാറ്റമാണ് ഇന്ന് ഞാനിപ്പോ ഈ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം അതെ മോളെ, കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ടെസ്റ്റ് മണിക്ക് ഇരിക്കുമ്പോൾ തന്നെ മുഖം കണ്ടിന്യൂസ് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതെ ഏ അതെ കുറച്ച് അതെ കഴിഞ്ഞിട്ട് അതെ ആ ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ എടുത്ത് ഒരു ബ്രേക്ക് ഡോണ എടുത്തിട്ട് പാടുകയൊക്കെ ചെയ്തു. അതെ. ഡോണ ഇടയ്ക്ക് ഡോണമോൾ പാടേണ്ടതൊക്കെ ഇടയ്ക്ക് മോള് ബ്രേക്ക് എടുത്തപ്പോൾ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു. കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനൊന്നും പ്രോബ്ലം ഉണ്ടോ? ഇന്നിപ്പ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് 1 അവറിൽ കൂടുതൽ ഞാൻ ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. കാരണം എനിക്ക് എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മളൊരു ടൈം വെച്ചിട്ട് 20 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിന്റെ ഗ്യാപ്പിനാണ് ഞാൻ എഴുന്നേൽക്കും ഇടയ്ക്ക്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. യഹോവ ഈരെ ഞങ്ങളുടെ വീടിന്റെ മതിലേല് ഉള്ളൊരു 10-20 വർഷം മുമ്പ് വെച്ച വീടാ. അപ്പൊ എല്ലാരും വീട്ടുപേര്, ഞങ്ങളുടെ വീട് കുന്നേലിട്ടെന്നാ വീട്ടുപേര്. അപ്പൊ എല്ലാവരുടെ മതിലിലും ഗേറ്റിലും വീട്ടുപേരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ മാർബിൾ ഒക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഓ ഈ വീട്ടുപേര് വെക്കാനാണോ അമ്മ ഈ ഓട്ടം നടത്തുന്നതെന്ന്. പക്ഷെ മാർബിള് ഞങ്ങൾക്ക് ഒരു ബ്രദർ കൊണ്ട് തന്നപ്പോ ഞാൻ കണ്ടത് അതിൽ കുന്നേലിട്ടിൽ എന്നല്ല വീട്ടുപേര്, യഹോവ ഈരേന്നാ. അതെ, അത് വീട് വെച്ചോണ്ടിരുന്നപ്പോള് വീടിന്റെ പണി നടക്കുമ്പോ ഓരോ ഇഷ്ടിയും കണ്ണുനീര് കൊണ്ട് കുതിർത്ത് ഉണ്ടാക്കിയ വീടാണ്. അപ്പൊ ഒരു ദിവസം രാത്രിക്ക് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഈ വീടിനെ ഹോവായി ചെയ്ത് വീട്ടിലാണ്. അങ്ങനെയാണ്. കൊച്ചിന് പോലും മോക്ക് പോലും അറിയത്തില്ല. എനിക്ക് പിന്നീടാണ് എന്നോട് ഇത് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടാ യഹോവ ഈര എന്നിട്ടേന്ന്. അപ്പൊ ആ യഹോവ ഈരയാണ് ഞങ്ങള്. ശരിക്കും എന്താ പറയാ, യഹോവ കരുതൽ. ഞങ്ങളുടെ ഇവിടെ ഈ ഉം, ഒരു ആശാ വർക്കർ ഉണ്ട്. ഒരു ആന്റിയാ. ആന്റി ഹിന്ദു ആന്റി വന്ന് ഞങ്ങളുടെ വീട്ടില് അമ്മയ്ക്കും വയ്യ, മോക്കും വയ്യ, അപ്പനും വയ്യ. അപ്പൻ ഒരു മുറിയിൽ, അമ്മയും മോളും വേറെ മുറികളില്. ഇതെന്തോ ആ പടം എന്തോ ഒരു വല്ലാത്തൊരിത്. പക്ഷെ അവര് വന്ന് കേറുമ്പോ ഞങ്ങളുടെ വീട്ടിൽ ചിരിയുണ്ട്, സന്തോഷമുണ്ട്. അയ്യോ അമ്മേ അങ്ങനത്തെ വർത്താനൊന്നുമില്ല. എന്റെ അമ്മയ്ക്ക് കൈക്ക് വേദന വന്നപ്പം അമ്മയുടെ ഒരു ഫ്രണ്ട് ചോദിച്ചു, അമ്മയുടെ ഒരു സിസ്റ്ററാ ചോദിച്ചേ, ഉം, ചേച്ചിക്ക് നല്ല വേദനയാണോ, ചേച്ചിക്ക് വിഷമമില്ലേന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, മോളെ എനിക്ക് കൈ ഉണ്ടായിട്ടല്ലേ എനിക്ക് കൈ വേദനിക്കുന്നേ, കൈ ഇല്ലാത്തതിന് കൈ വേദന ഇല്ല. എനിക്ക് കൈ ഉണ്ട്, കൈ വേദനിക്കുന്നു. അപ്പം ഈ കഴിഞ്ഞ 72-73 വർഷം ഈ ഉപയോഗിച്ച കൈയാണിത്. ഞാൻ ഈ 72-73 വർഷം ഈ കൈയുടെ നന്മ അനുഭവിച്ചവളാ. എനിക്കിപ്പം കൈക്ക് വേദന വന്നോ, കൈ അനക്കാൻ പറ്റുന്നില്ല, എന്റെ മോളെ ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കില് ആ നന്മ അനുഭവിച്ചതിന് ഈ കൈ കൊണ്ടാ ഞാൻ മോളെ ശുശ്രൂഷിച്ചേ. അപ്പം നമ്മൾ നന്മ അനുഭവിച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ തിന്മ വന്നാലും നമ്മൾ അതിൽ സന്തോഷവാനായിരിക്കണം. കാരണം ഇതിന്റെ തന്നെ നന്മ നമ്മൾ അനുഭവിച്ചതാണ് എന്ന്. അപ്പൊ അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പറഞ്ഞു അതിനുശേഷം പുള്ളിക്കാരിക്ക് എന്ത് ബുദ്ധിമുട്ടാ, പുള്ളിക്കാരിക്ക് ഒരു സിവിയർ ബ്ലീഡിങ് ഉണ്ടായപ്പോൾ വയറ്റത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഓർഗൻ ഉണ്ടായത് കൊണ്ടാ എനിക്ക് ഈ ബ്ലീഡിങ്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന്. എന്നിട്ട് അമ്മയെ വിളിച്ചു, ചേച്ചി എന്റെ ബ്ലീഡിങ് തീർന്നു കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാ നല്ലത്. അയ്യോ എനിക്ക് കൈക്ക് വേദനയാ എനിക്ക് എന്നുള്ള കാര്യം വരുമ്പോ, അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിലൊരു പ്ലസ് പോയിന്റ് ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് നമ്മൾ മൂന്നാമതൊരാൾ വന്ന് ശ്രമിച്ചാൽ പോരാ, അത് നമ്മൾ പരിശുദ്ധാത്മാവിൽ തന്നെ നമ്മൾ കണ്ടെത്തണം. കാരണം എനിക്കൊരു നെഗറ്റീവ് വന്നാൽ അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്താൻ മാത്രം കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കും. അത് കണ്ടെത്താൻ നമുക്ക് പറ്റണം. അപ്പൊ ആശാ വർക്കർ വന്നിട്ട് പുള്ളിക്കാരി വന്നെല്ലാം കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ കയറി വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മാമ്മ എങ്ങനെയാ അമ്മാമ്മ ഇതൊക്കെ പറ്റുന്നേ, ഇതൊക്കെ എങ്ങനെയാ അമ്മാമ്മ, ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു,
യഹോവ ഈരെ. എന്നിട്ട് പുള്ളിക്കാരി അത് വീട്ടുപേരല്ലേ? അമ്മ പറഞ്ഞു അത് വീട്ടുപേരല്ല, അതിന്റെ അർത്ഥം യഹോവ കരുതിക്കൊള്ളും. അതാണ് കേട്ടോ ഈ വീട്. അത് പുറമേ നിന്ന് ചോദിക്കുമ്പോ ഇപ്പം ഞാൻ 2-3 മാസമായിട്ട് ഞാൻ അപ്പന്റെ അടുത്ത് ഒരു ടീനേജർ റിബലി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നീ പക്ക ടീനേജറാ, നീ ഒരു 18-19 വയസ്സ് വന്ന പക്ക ടീനേജറായിട്ടാ എന്നോട് നീ പെരുമാറുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, പാരന്റ്സിന്റെ അടുത്ത് ടീനേജേഴ്സ് റിബൽ ചെയ്യും, കാരണം അവർ ഇച്ചിരി കൂടെ മെച്ചുവർ ആവുകയെന്ന് പറഞ്ഞു. അന്നേരം അപ്പൻ എന്നോട് പറഞ്ഞു, ഇല്ല ഇത് മെച്ചുവർ ആവുന്നതിന്റെ റിബൽ അല്ല, ഇത് വേറെന്തോ റിബലാ, നമ്മൾ തമ്മിൽ വഴക്കാവേ എന്ന്. ഇപ്പൊ ഇല്ല നമ്മൾ തമ്മിൽ വഴക്കാവണ്ട, നമുക്ക് നമ്മൾ ഇത് എന്റെ കൊച്ചിച്ചിരി റിബലാ പോട്ടെ എന്നുള്ള ആ പാമ്പറിങ്ങിൽ പോയാൽ മതി. അങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെ ഒത്തിരി ലാളിച്ചു മോളെ. അപ്പൊ ഞാനവർക്ക് എന്ത് സ്നേഹത്തോടെ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞേ, ഞാൻ നിന്നെ ഒത്തിരി ലാളിച്ചു മോളെ. ഐ ഫീൽ സോ പ്രൗഡ്. കാരണം എനിക്ക് പ്രൗഡ് എന്ന് വെച്ചാൽ മാനുഷികമായ പ്രൗഡ് അല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ വേദനിക്കുകയും ഞാൻ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്കും അപ്പന് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ പാമ്പർ ചെയ്തു എന്ന്. അത് മറ്റുള്ളവർ നോക്കുമ്പോ ഇത് കഷ്ടവും, ആ പ്രായം ചെന്ന് കിട്ടിയ ഒരു മോള് അവൾക്ക് വയ്യ, അവളെ പഠിപ്പിച്ചു, എന്തായി എങ്ങനെയാ അപ്പനും അമ്മയും സന്തോഷമാണോ നോക്കുമ്പോ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ മൈ പാരന്റ്സ് ആർ ഹാപ്പി. എന്റെ അപ്പയ്ക്ക് ഓർമ്മക്കുറവുള്ളതുകൊണ്ടാണോ എന്താ അറിയത്തില്ല, ഹീസ് വെരി ഹാപ്പി. എന്റെ അമ്മ ഹാപ്പി ആണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു വിചാരം. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു അത്യന്ത ദൈവകൃപ ഞങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ ഒരു സ്റ്റിക്കർ കാണിച്ചിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഈ സ്റ്റിക്കർ വേണോ ഈ സ്റ്റിക്കർ വേണോ? അതിൽ ഒരു സ്റ്റിക്കർ ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ എന്നായിരുന്നു. അമ്മ ഈ സ്റ്റിക്കറും വേണം, എനിക്ക് ഈ സ്റ്റിക്കറും വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൃപയുടെ പുറകെ നമ്മൾ പോയാൽ പലതും നമുക്ക് നഷ്ടമാകും. പക്ഷെ ആ നഷ്ടത്തെ നികത്തുന്നതായിരിക്കും ആ കൃപ. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നഷ്ടം മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ അനുഭവിക്കുന്ന നമുക്കറിയാം ഈ കൃപ ആ നഷ്ടത്തെ നികത്തിയാണ് പോകുന്നത്. അപ്പം അതാണ് ഞാൻ കഴിഞ്ഞ 4 വർഷമായി മനസ്സിലാക്കിയ ഒരുപാട്. ഇറ്റ് വാസ് എ പ്രിറ്റി ഹാപ്പി ലൈഫ് കേട്ടോ. എനിക്കിപ്പം നടക്കാം എന്നും പറഞ്ഞ് എനിക്ക് ഒത്തിരി കിലോമീറ്റേഴ്സ് ഒന്നും സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല, പിച്ച നടക്കാം. സ്റ്റെയർ കേസ് ഞാൻ പതുക്കെ കയറുന്നുണ്ട്. എനിക്കിപ്പം എഴുന്നേൽക്കുമ്പോഴും ഇരിക്കും ഒക്കെ എനിക്ക് ഇച്ചിരി സപ്പോർട്ട് വേണം, എന്നല്ലാതെ നടക്കാൻ എനിക്കിപ്പോൾ അധികം സപ്പോർട്ട് വേണ്ട. എൻ്റെ മുട്ടിന് വേദനയുണ്ട്, പക്ഷേ എന്നാലും പഴയ പോലുള്ള ബുദ്ധിമുട്ടുകളില്ല. ഇപ്പം നോക്കുമ്പം എനിക്ക് പഴയതുപോലുള്ള വേദനകളുണ്ട്, പക്ഷെ എൻ്റെ ബലഹീനത, അതായത് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാലുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതില്ല. പക്ഷെ എനിക്കിപ്പം ഫിസിയോതെറാപ്പി ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പഴയ ആ ഒരു വീക്ക്നെസ്സിലേക്ക് ഞാൻ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ റെഗുലർ ഇന്റർവെൽസിൽ ഫിസിയോ ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പും പോയി സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു. എനിക്ക് കൈക്ക് ബുദ്ധിമുട്ടായി, അപ്പോഴത്തേനും നമ്മൾ 2 സ്റ്റിറോയിഡിന്റെ ഡോസ് എടുത്തു. അപ്പോൾ എനിക്കറിയില്ല നാളെ എന്താണ് എനിക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ഇന്ന് എന്താണോ അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് നാളെ കർത്താവ് വരും, അപ്പൊ ഞാൻ നാളെ ഓർത്ത് ഭാരപ്പെടണ്ടല്ലോ. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇതൊരു കോമഡി ആയിട്ടേ കാണാവുള്ളേ. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഞങ്ങൾ ഒരു ബെഡിലാണ് കിടക്കുന്നത്. അപ്പം അമ്മ സെഡേറ്റീവ് മെഡിസിൻ കഴിച്ച് അമ്മയും ഉറങ്ങി. അപ്പൊ ഞങ്ങൾ കിടക്കാൻ നേരം എപ്പോഴും പറയും, 2 പേര് ഒരു കട്ടിലിൽ കിടന്നുറങ്ങി, ഒരുവനെ കൈക്കൊണ്ടു മറ്റവനെ തള്ളിക്കളഞ്ഞു. അമ്മയാണോ കൈക്കൊള്ളുന്നത്, എന്നെയാണോ കൈക്കൊള്ളുന്നത്? ഞാൻ പറയും എന്നെയാണ്, അമ്മ പറയും അമ്മയാണ്. അപ്പം ഒരു ദിവസം രാത്രി ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേനും പടപടാ ശബ്ദം കേട്ടു. ഞാൻ ആ ഇരുട്ടത്തിന് അയ്യോ കർത്താവ് വന്നു, അമ്മ പോയി, ഞാൻ പോയില്ല. ഞാൻ അങ്ങോട്ട് കരയാനും തുടങ്ങി. ഞാൻ ആ രാത്രിയിൽ എന്റെ ആദ്യം മനസ്സിൽ വന്നേ, കർത്താവ് വന്നു, അമ്മ പോയി. കാരണം ഒരാളെ കൈക്കൊണ്ടു മറ്റേയാളെ കൈവിട്ടു, അമ്മ പോയി. ഞാൻ വലിയവായിലിരുന്ന് കരയുവാ, അമ്മ എന്താ എന്നോട് ഇത് ചെയ്തേന്ന് പറഞ്ഞിട്ട് ഞാൻ കരയുവാ. കുറച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് ബോധം വരുന്നത് ലൈറ്റ് ഓൺ ആക്കണമെന്ന്. ഞാൻ ലൈറ്റ് ഓൺ ആക്കിയപ്പോഴാണ് മനസ്സിലായി, ഈ ഉറക്കത്തിൽ അമ്മ തിരിഞ്ഞപ്പോ അമ്മ അറിയാതെ താഴെ വീണതാ. ഈ താഴെ വീണ ശബ്ദമാണ്
ആ താഴെ വീണ ശബ്ദമാണ് ഇപ്പോഴോടെ കേട്ടെ. ഞാൻ വിചാരിച്ചു, ഓ കർത്താവ് വന്നില്ലേ. ആദ്യം ഞാൻ അമ്മയെ കണ്ട ആദ്യം ഓ കർത്താവ്. അപ്പൊ അമ്മ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി ഇരിപ്പുണ്ട്. അമ്മ വീണതിൻ്റെ സങ്കടമാണെങ്കിലും കർത്താവ് വന്നില്ലല്ലോ, ഞങ്ങളിവിടെ എന്നാണ് ഉണ്ടല്ലോ, നഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഹൃദയത്തിൽ നിറഞ്ഞതല്ലേ. ഞാൻ ആദ്യം അമ്മയെ കണ്ടപ്പോ ഓ കർത്താവ് വന്നില്ല. അത് കഴിഞ്ഞിട്ട് അയ്യോ അമ്മ വീണു, ഞാൻ എങ്ങനെ എണ്ണിപ്പിക്കുന്നേ എന്നുള്ള ആ ഒരു പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് അതാ. പക്ഷെ പിന്നീടാണ് ഞാൻ ചിന്തിച്ച്, അയ്യോ ഞാൻ കുറേ നേരം ആദ്യത്തെ ഒരു മിനിറ്റോളം ഞാൻ വെല്ലുവാരി ഇരുന്ന് കരഞ്ഞു. കാരണം അമ്മ പോയി, ഞാൻ പോയില്ല, കർത്താവ് വന്നു. ഓ ഞാൻ അന്നേരം ഓർത്തു, ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് വരാൻ എന്നുള്ളത് എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അമ്മ താഴെ വീണേന്റെ ആ ശബ്ദമെന്ന്. അമ്മയെ കണ്ടപ്പോ ആദ്യം അയ്യോ അമ്മ, സാധാരണ നമ്മൾ ചിന്തിക്കുന്നു അയ്യോ എന്റെ അമ്മ വീണു എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം കണ്ടപ്പോ ചിന്തിക്കുന്നേ ഓ കർത്താവ് വന്നില്ല, അമ്മ പോയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കർത്താവ് കൊണ്ടെത്തിച്ചു. അതാണ് കഴിഞ്ഞ 4 വർഷത്തെ എന്റെ ജീവിതം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ പലതും ഇല്ലെങ്കിലും നമ്മുടെ അപ്പൻ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ ഭയങ്കര പാടാ. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് പലതും ഇല്ല, പുറമേ നിന്ന് നോക്കുമ്പോൾ ആരും മനസ്സിലാക്കുന്നില്ല എങ്കിലും പലതും. ചില ദിവസങ്ങളിൽ ഞാൻ അപ്പന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്, അപ്പ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു. പക്ഷെ അന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അപ്പനില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. എന്റെ ജീവിതത്തിൽ ഇല്ല. അതല്ലേ ഞാൻ ആ ഗ്രേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ വാക്യൂം അറിയത്തേ ഇല്ല. മറ്റുള്ളവർ നോക്കുമ്പം ഇപ്പോഴും ആ ഒരു വാക്യൂം ഫീൽ ചെയ്തില്ല. അവർക്ക് അറിയാം ഇതില്ല എന്ന്, പക്ഷെ എങ്കിലും ആ വാക്യൂം ഫീൽ ചെയ്യാത്തത് ആ ഗ്രേസ് കൃപയുള്ളതുകൊണ്ട്. ആ കൃപ ഭയങ്കര കേട്ടോ. അത് നമ്മൾ പറയുമ്പോൾ കൃപ, ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചെറിയ വാക്കുകളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിന് പസഫിക് ഓഷ്യനേക്കാൾ ആഴമുണ്ട്, അതിന് ഭൂലോകത്തേക്കാൾ വലുപ്പമുണ്ട്. ഞാൻ എപ്പോഴും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് ഈ എർത്ത് പോലെ ഒത്തിരി എർത്ത് ഈ യൂണിവേഴ്സിലുണ്ട്. അപ്പൊ ഈ യൂണിവേഴ്സില്, ഈ ഒരു മിൽക്കി വേയില്, ഈ ഒരു സോളാർ സിസ്റ്റത്തില്, ഈ ഒരു എർത്തില്, ഈ ഏഷ്യയില്, ഇന്ത്യയില്, കേരളത്തില്, ആലപ്പുഴയില്, കുട്ടനാട്ടില്, തലവടിയില്, ഈ കൊച്ചു വീട്ടില് ഫേബേനെ ദൈവം സ്നേഹിക്കണമെങ്കിൽ ഫേബേന്റെ കാര്യത്തില് ഫെബ എന്ന് പറയുന്നത് അപ്പന് ഈ മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ്. നമ്മൾ അങ്ങനെ താന്ന് വരുമ്പോൾ നമ്മൾ ഒന്നുമില്ല. പക്ഷെ ആ ഒന്നുമില്ലാത്ത ഞാൻ എൻ്റെ അപ്പന്റെ എല്ലാമാണ്. ഞാൻ കഴിഞ്ഞേ ഉള്ളൂ എൻ്റെ അപ്പനെല്ലാം. അതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ജേർണി. ഇറ്റ് വാസ് ടഫ് ബട്ട് ഇറ്റ് വാസ് സ്വീറ്റ്. ഇറ്റ് വാസ് നോട്ട് എ പീസ് ഓഫ് കേക്ക്. അതില് മുള്ളും പർക്കാരയും എല്ലാം ഉണ്ടായിരുന്നു. യാ, ഇതാണ് എൻ്റെ അമ്മ. ഒത്തിരി പേരും അമ്മ എന്നുള്ളൊരു ഇതാണ്. എൻ്റെ അമ്മ കാണുമ്പോൾ ഭയങ്കര യങ് ആയിട്ട് തോന്നുമെങ്കിലും ഷീ 73 കേട്ടോ. ഇപ്പം വളരെ ഹാപ്പി ഫാമിലി അല്ലേ. സന്തോഷമുണ്ടെങ്കിൽ പ്രായം കൂടത്തില്ലെന്ന. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ടെങ്കിൽ സൗഖ്യമുണ്ട്. ഈ സന്തോഷമുള്ള മനസ്സ് തന്നെ ഒരു മെഡിസിൻ ആണെന്നാണ് സദൃശവാക്യം പറഞ്ഞത്. ഇറ്റ്സ് എ മെഡിസിൻ, ഒരു ഔഷധം. ദൈവം, അതെ, ദൈവം ഹീല് ചെയ്യാൻ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നതിന് ഒരു വലിയ രഹസ്യമാണ്. പലർക്കും അതറിയത്തില്ല. പലരും ഈ സങ്കടവും വിഷമൊക്കെ ഒന്ന് അയ്യോ പത്തോ എന്ന് ഈ മുമ്പേ ഫേവ പറഞ്ഞ പോലെ പറഞ്ഞാൽ ജീവിക്കുന്നത്. അതവരെ കൂടുതൽ രോഗികളാക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് പക്ഷേ ഭയങ്കരമായിട്ടൊരു വിഷമം ഉള്ളിലോട്ടിങ്ങി വരും. ഈ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതുപോലെ അങ്ങ് ശാന്തമാവേ. അങ്ങനെ ഒരു ശാന്തത കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഞാൻ എപ്പോഴും പറയും, ഈ വിശ്വാസത്തിലായതുകൊണ്ട് മാത്രമാണ് ഈ നിൽക്കുന്നത്. ഇല്ല കുടുംബത്തിൽ കാണത്തില്ലായിരുന്നു. അതുപോലെ സഫർ ചെയ്തു. അതിന് കർത്താവ് സഹായിച്ചു. അതാണ് എൻ്റെ സാക്ഷ്യം. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് അമ്മയിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത്, അമ്മ എനിക്ക് എന്താ ഇങ്ങനെ, എന്നോട് എന്താ ഇങ്ങനെ എനിക്ക് പേടിയാ എന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാനിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കുശുമ്പ് തോന്നുന്ന ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ. അപ്പ ഗൾഫില്, മോള് പഠിക്കും, എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി, ഒരു ഐഡിയൽ ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ.
പക്ഷെ ഹസ്ബൻഡിന് വയ്യാതായി, മോൾക്ക് വയ്യാതായി, അമ്മയ്ക്ക് പ്രായമായി. എല്ലാം കൊണ്ടും മീൻസ് അമ്മയുടെ ശരീരം, അപ്പയുടെ ഡോക്ടറിനെ കൊണ്ട് ഇന്ന് ഡോക്ടറിനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് ഇച്ചിരി കണ്ടീഷൻ ഇച്ചിരി ബാഡ് ആവുക, അപ്പൊ എവിടെയെങ്കിലും ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അമ്മയ്ക്കും വയ്യ എന്ന് ചോദിച്ചപ്പോ അമ്മ ഇല്ല, ഞാൻ നോക്കിയാലേ പറ്റത്തുള്ളൂ, ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറയും അപ്പ പോയി പല്ല് തേക്കുക എന്ന് പറഞ്ഞ അപ്പ എന്നെ ഇങ്ങനെ തറപ്പിച്ചു നോക്കും. പക്ഷെ അമ്മ പറയണ കുഞ്ച പോയി പല്ല് തേക്ക്. അപ്പം അപ്പ ഒരു സൈഡ് മാത്രമേ ഷേവ് ചെയ്യത്തുള്ളൂ, അമ്മ വേണം മറ്റേ സൈഡ് ഷേവ് ചെയ്യാൻ. അമ്മയ്ക്ക് ഇപ്പൊ കൈ വയ്യാത്തോണ്ട് അമ്മയ്ക്ക് അത് പറ്റുന്നില്ല. അപ്പൊ അതുപോലെ എന്താ പറയാ, ആ ഒരു സ്വീറ്റ് ഫാമിലിയിൽ നിന്നാണ് ഈ ഒരു ഞങ്ങൾ ഇപ്പോഴും സ്വീറ്റ് ഫാമിലി ആട്ടോ, പക്ഷെ എന്നാലും ആ ഒരു പെയിൻ വന്നത്. പക്ഷെ അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് ചോദിക്കാം ആയിരുന്നു കർത്താവിനോട്, എന്താ എന്നോട് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെയും അത് കേട്ടിട്ടില്ല അമ്മ അങ്ങനെ പറഞ്ഞ്. അമ്മ എപ്പോഴും പറയും എനിക്ക് കുഞ്ഞുമോക്ക് വഹിക്കാൻ പറ്റുന്നതേ അപ്പൻ തരത്തുള്ളൂ. അത് അമ്മയിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു മോട്ടിവേഷൻ ആണത്. അമ്മ ഒരിക്കലും അപ്പനെ ചോദ്യം ചെയ്തിട്ടില്ല. അമ്മ ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ എന്തോ ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നോട് എന്താ ഇങ്ങനെ, അവർക്കില്ലല്ലോ എനിക്കുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ അന്നേരം പറയും ഇല്ല, അങ്ങനെ ചോദിക്കരുത്, അപ്പനെ വേദനിപ്പിക്കരുത് എന്ന്. അതുപോലെ അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാ എന്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. യാ, അതാണ് ഞങ്ങളുടെ ഈ 4 വർഷം. ഞങ്ങള് കർത്താവിൽ സുഖമായിരിക്കുന്നു, കർത്താവിൽ. അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. ആൻറ്റിക്ക് പറയാം കേട്ടോ, ആൻറ്റിയുടെ അനുഭവങ്ങൾ പറയാം. ആൻറ്റി ഫേവമോൾ വിട്ടുപോയതോ ആൻറ്റിക്ക് ഷെയർ ചെയ്യാനുള്ളതോ ഒക്കെ പറയാം. മോളെല്ലാം പറഞ്ഞു. പിന്നെ മോടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. അത് അമ്മയുടെ വിഷമം എന്താണെന്നറിയോ, അമ്മയ്ക്ക് ഇപ്പൊ 23 വയസ്സായി, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളതാ. പറ്റിയാൽ അവർക്ക് ആരുണ്ട്? അപ്പൻ അതും പറഞ്ഞു, കുഞ്ഞുമോളെ നോക്കിയല്ല ഞാൻ കൊച്ചിനെ ഇട്ടിരിക്കുന്നേ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. കുഞ്ഞുമോക്ക് പറ്റത്തില്ലെങ്കിൽ വേറൊന്ന്, അത് അവിടുത്തെ ഭാരപ്പെടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഭാരമില്ല കേട്ടോ. സത്യം, എന്നെ കണ്ട ഭാരമുള്ള വീട്ടിലെ കൊച്ചാന്ന് പറയോ? ഇല്ല. ശരിക്കും ഫേവോളെ, പിന്നെ നീ ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷനാണ്. കാരണം ഇതിനെല്ലാം ഇത്ര ലൈറ്റായിട്ട് എടുക്കുന്നു, വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നു. കർത്താവ് ഒത്തിരി സന്തോഷിക്കുന്നു. അപ്പന് ഇങ്ങനെയുള്ളവരെ ഇഷ്ടം. നമ്മുടെ സ്വർഗീയ പിതാവിനെക്കുറിച്ച് ഫേവ എപ്പോഴും അപ്പൻ എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത, ദൈവപരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്ത. നമുക്കൊത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുന്നില്ലേ ഈ ഹീലിങ്ങിനെക്കുറിച്ച്? കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് അങ്ങനെ എനിക്ക് തന്നു. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഞങ്ങൾ ചോദിച്ചിട്ട് എന്താ തരാത്തത്? അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചോദിച്ചു തന്നു എന്നൊക്കെ പറയുന്നവർ അവർ ഈ ഒരു ഫോർമൽ ബന്ധം കർത്താവുമായിട്ട് വെക്കുന്നവരല്ല. അതായത് വിരിച്ചിട്ട് ഇത്ര മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കും, ഇത്ര മിനിറ്റ് ബൈബിൾ വായിക്കും, അങ്ങനെ ഒരു റിലേഷൻ അല്ല അവർക്ക്. ചിലർ പറയത്തില്ല പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ലെന്ന്. പക്ഷേ ഇവർക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ സമയമാണ്. കാരണം അവർ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം അപ്പനോട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുക. അതൊരു ഫോർമൽ വിരിച്ച പ്രാർത്ഥനയല്ല, അപ്പനുമായിട്ട് ഭയങ്കര ബന്ധം. അപ്പ എന്ന് വിളിച്ച് മിണ്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർ ഒരു പ്രതിസന്ധി വരുമ്പോൾ അപ്പാ എനിക്കിതൊന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പം പെട്ടെന്ന് ചെയ്യും. പലർക്കും ഇല്ലാത്ത ഈ ഫോർമൽ ഈ ഇൻഫോർമൽ റിലേഷൻഷിപ്പാണ് പലർക്കും ഇല്ലാത്തത്. ഞാനൊരിക്കൽ നമ്മുടെ ചാനലിൽ ഈ കാര്യം ഒന്ന് പറയണം. കർത്താവിനോട് എങ്ങനെ അടുക്കുന്നത്, ബന്ധം വെക്കുന്നത്, അങ്ങനെ അനേകർക്കത് ഡെലിവറൻസിന് കാരണമാകുമെന്ന് ചിന്തിക്കുന്നു. ഫേവമോൾ ഇനിയും സൗഖ്യം പ്രാപിക്കും. ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞു 4 വർഷങ്ങൾക്ക് ശേഷം. അന്ന് പെയിനോട് കൂടി ഇരുന്നത്, ഇന്ന് ഒത്തിരി സഹായിച്ചു. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. ഒരു നല്ല എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലേ, ആസ്ട്രേലിയയിലൊക്കെ പോയി മെഡിക്കൽ ക്ലെയിം ഒക്കെ ഇല്ലാതെ ചെയ്യുന്നത്. ദൈവം യഹോവ ഇരയായിട്ട് നടത്തുന്നു. ഓക്കെ, അതാണ് എന്റെ ടെസ്റ്റിമണി കിട്ടിയിരിക്കുന്ന പേരാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് യഹോവ ഇര. കഴിഞ്ഞ പിന്നെ നമ്മുടെ വീടിനിട്ട പേരും അത് തന്നെ അല്ലേ. ദൈവം ഇനി നൽകി നടത്തട്ടെ. സ്റ്റഡീസൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ കേട്ടു. PhD ഒക്കെ കണ്ടിന്യൂ ചെയ്യണം, വിദേശത്ത് പോയി നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണം. ഇതെല്ലാം ഈ സ്വപ്നങ്ങളെല്ലാം നടത്തും. കാരണം യഹോവ ഇരയാണ്, നല്ല അപ്പൻ കൂടെയുണ്ട്. നമ്മുടെ ഭൂമിയിലെ പിതാവിന് ശാരീരികമാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട്
ജഡത്തിലുള്ള ക്ലേശം കൊണ്ട് ചിലപ്പം പിന്നെ ഓർമ്മക്കുറവ് കൊണ്ട് നമ്മുടെ പേരൊക്കെ മറന്നു പോയെന്നിരിക്കാം. എന്നാൽ സ്വർഗീയ പിതാവിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാം. അപ്പ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഈ അപ്പയെക്കുറിച്ച് ഒത്തിരി പാട്ട് എഴുതുന്ന ആളാണ്. എൻ്റെ ആദ്യത്തെ പല പാട്ടുകളിൽ ഒരു പാട്ട് തന്നെ അപ്പ എന്നോടൊന്നും മിണ്ടണമെന്ന എൻ്റെ ഒരു പാട്ട് തന്നെ. പിന്നെ ഞാനിങ്ങനെ കുറേ പാട്ടുകൾ എഴുതി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അപ്പായൻ കൂടെയുണ്ടെങ്കിൽ വഴുതുകില്ലൊരിക്കലും ഞാനെന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി. അപ്പയൻ കൂടെയുണ്ടെങ്കിൽ വഴുതുകില്ലൊരിക്കലും ഞാൻ. അപ്പം ഞാൻ ഡോണമോളെ ഏൽപ്പിക്കുന്ന പാട്ട് പാടാൻ. അപ്പം ഡോണമോൾ എന്നോട് പറഞ്ഞു എല്ലാ പാട്ടിലും അപ്പയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പയെ വിട്ടൊരു പരിപാടിയില്ല. അതെ. അപ്പോൾ ഇപ്പം പറഞ്ഞു അപ്പ കൂടെയുണ്ടെങ്കിൽ, അപ്പയൻ കൂടെയുണ്ടെങ്കിൽ വഴുതുകില്ലൊരിക്കലും ഞാൻ, അപ്പായൻ കൂടെയുണ്ടെങ്കിൽ ഭയമില്ലെനിക്കൊട്ടുമേ. അപ്പം ഇങ്ങനെ അപ്പ കൂടെയുണ്ടെങ്കിൽ അപ്പ കരം പിടിക്കും, വഴുതി പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഫേബമോളെ പോലെ തന്നെ കഷ്ടത്തിൽ കൂടെ പോകുന്ന ഒരു ദേവദാസിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു. അദ്ദേഹത്തിന് ഇടുപ്പിലിൻ്റെ അകത്തൊരു ട്യൂമറാണ്, വർഷങ്ങളായി, അതെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെയിൻഫുള്ളായിട്ട് എക്സ്പീരിയൻസിൽ കൂടെ അദ്ദേഹം വർഷങ്ങളായിട്ട് പോയി. ഇപ്പം ഒരു കാലിന് ശേഷിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, വേദനയിലൂടെ പോകുന്നു. പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ദൈവം തന്നൊരു വചനം 37-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമായിരുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, സാംസ് നമ്പർ 37, ദൈവം യഹോവ അവൻ്റെ കരം പിടിക്കും, ഗോഡ് ഈസ് ഹോൾഡിങ് ഹിസ് ഹാൻഡ്. അതുകൊണ്ട് അവൻ വീണാലും നിലംപരിചാകത്തില്ല. അപ്പ കൈ പിടിച്ചാൽ വീണാലും എന്ത് ചെയ്യത്തില്ല, നിലംപരിചാകത്തില്ല. നമ്മൾ പിന്നെയും എഴുന്നേറ്റ് നിൽക്കും ഒരുവന്റെ വഴിയിൽ. ഞാൻ ഇൻ ബിറ്റ്വീൻ ഒന്ന് പറഞ്ഞോട്ടെ. അതില് ഒരിതുണ്ട്, അപ്പ കൈ പിടിച്ചാൽ നീ വീണാലും നിലംപരിച്ചാകയില്ല. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ, കർത്താവ് കൈ പിടിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ വീഴത്തില്ല എന്നാണ്. അതങ്ങനല്ല. അപ്പൻ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ വീഴും, പക്ഷെ നമ്മൾ ചാവത്തില്ല. കാരണം വീണ മനുഷ്യൻ ചാവുക വേണ്ടേ. പക്ഷെ നമ്മൾ ചാവാതിരിക്കുന്നത് അപ്പൻ നമ്മുടെ കൈ പിടിച്ചോണ്ടാ. അപ്പൻ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വീഴാതിരിക്കത്തില്ല. എല്ലാവരുടെയും വിചാരം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ, കർത്താവിൻ്റെ കൂടെ ഉണ്ട് എനിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു, കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. അല്ല, കർത്താവിൻ്റെ കൂടെ ഉണ്ടേ സംഭവിക്കും, എന്തും സംഭവിക്കും, എല്ലാം സംഭവിക്കാം. പക്ഷെ നമുക്ക് കഴിയാത്തതിനപ്പുറത്തേക്ക് സംഭവിക്കുകയില്ല. ഇല്ല. അപ്പോൾ ഈ വാക്യം 37, സാംസ് 37, 37-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാം വാക്യമാണ്. അവൻ വീണാലും നിലംപരിചാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. അപ്പോൾ ഈ വാക്യം നമ്മൾ ഒത്തിരി പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ ബൗൺസ് ബാക്ക് ചെയ്യും, വീഴത്തില്ലെന്നല്ല. വീണാലും തിരിച്ചെഴുന്നേക്കാനുള്ള കൃപ കർത്താവ് തരും. ഫെബോൾ പല കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിനെയൊക്കെ കണക്ട് ചെയ്ത് ഓരോന്ന് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിക്കൊണ്ടിരുന്നു. ഞാനും ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഫെബ. അതായത്, കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ ചിലപ്പോൾ കേൾക്കത്തില്ലായിരിക്കും, പക്ഷേ എന്നെക്കാട്ടിലും നല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. പ്രത്യേകിച്ച് ആരെങ്കിലും രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ, ഈ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കണം. ഒരു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ കേട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ദൈവദാസനില്ലേ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനില്ലേ നിന്നെ ഭക്തിയോടുകൂടെ സേവിക്കും, അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണെങ്കിലും നീ ഈ വിഷയത്തിനൊരു പരിഹാരം കൊടുക്കണം. അപ്പോൾ കർത്താവ് വിടുവിക്കും എന്നുള്ള ഒരു ആഴത്തിലുള്ള വിശ്വാസവും ബന്ധവും ഒക്കെ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു തരത്തിലെ പൊട്ടന്മാരെ പോലെ കർത്താവിനോട് സംസാരിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരം പിടിച്ച് പറഞ്ഞോട്ടെ. എന്റെ അപ്പൊ ഈ സാക്ഷ്യം കേട്ട് ലാസ്റ്റ് വരുന്നവർക്കറിയാം, എന്റെ 75% ഡിസബിലിറ്റി അത് കുറഞ്ഞ് 45% ആയി. കേരള ഗവൺമെന്റിന്റെ ഡിസബിലിറ്റി ദൈവത്തിന് സ്തോത്രം. അതായത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൽ ഒരു പെർസെന്റേജ് എഴുതുകയാണെങ്കിൽ 75 എന്നുള്ളത് 45 ആയി. ദൈവത്തിന് സ്തോത്രം. എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബിഗ്. അതൊരു സംഖ്യ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആക്കി. അവർക്കതൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു, കാരണം അവിടെ എന്റെ സർട്ടിഫിക്കറ്റിലുണ്ട് അത് ന്യൂറോളജിക്കൽ കണ്ടീഷൻ എന്നാണ്. അപ്പൊ അതൊരു എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു അൺറിട്ടൺ റൂൾ അതിനകത്തുള്ളത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറയ്ക്കാൻ. പക്ഷെ എങ്കിലും ഞാൻ നടന്നു ചെല്ലുന്നത് കണ്ടിട്ട് അവരത് 45%. ദൈവത്തിന് സ്തോത്രം. ഇനി അത് കുറയട്ടെ, കംപ്ലീറ്റ് ഹീലിംഗ് ഇല്ലാതെ പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ ആസാദിയുടെ എല്ലാ പ്രേക്ഷകരും ഫേമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യും. ആരെങ്കിലും ഫേവോളുടെ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ആ പഴയ വീഡിയോ ഇടാം. കാരണം ഒരു വലിയ സ്റ്റോറിയാണ്, എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നിങ്ങൾക്ക്
കാണാനുള്ള സാവകാശമുണ്ട്. ഞാൻ ഈ പറഞ്ഞല്ലോ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഫെവമോളുടെ നമ്പർ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക. പിന്നെ ഞങ്ങൾ ആ നമ്പർ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഈ പ്രെയർ ലൈൻ നമ്പർ ഉണ്ടല്ലോ, ഇതിനകത്തൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളത് നമ്പർ ഷെയർ ചെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് ഗസ്റ്റിൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ആരും ആ നമ്പർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പബ്ലിക്കലി ഒരു പ്ലാറ്റ്ഫോമിൽ ആ നമ്പർ ഇട്ട് കഴിയുമ്പോൾ വിശ്വാസികളോ നമ്മുടെ അഭ്യുദയകാംക്ഷികളോ മാത്രമല്ല എല്ലാവരുടെയും നമ്പർ കിട്ടും. പിന്നെ ആവശ്യമില്ലാത്ത കോളുകളോ മെസ്സേജസോ വരാതിരിക്കാൻ ഞങ്ങൾ എടുക്കുന്നൊരു പ്രിക്കോഷനാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഈ നമ്പർ വിളിച്ചിട്ട് നമ്മളെ ചീത്ത വിളിക്കുന്നവരുണ്ട്, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ഗസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ചീത്ത വിളിയൊക്കെ ഞങ്ങൾ കേൾക്കുക, ചീത്ത വിളിക്കാത്തവർക്ക് നമ്പർ കൊടുക്കുക എന്നൊരു ഒരു ഒരു ഗസ്റ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റാൻഡാണ് ഈ കാര്യത്തിലെടുത്തത്. ആദ്യം മുതൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഗസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി, ഗസ്റ്റിൻ്റെ പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ചിലപ്പോൾ ഇട്ടാൽ ഉടനെ മറുപടി കിട്ടത്തില്ലായിരിക്കും. കാരണം ഞാൻ ഒരു ദിവസം 1-2 പ്രാവശ്യമായിരിക്കും വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത്. അത് ലേറ്റ് നൈറ്റിലായിരിക്കും ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ സങ്കടപ്പെടില്ല, മെസ്സേജ് ഇട്ടിട്ടും റിപ്ലൈ ഒന്നും വന്നില്ലെന്ന്. ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും റിപ്ലൈ ഉറപ്പ് വരും, ഞങ്ങൾ മറുപടി തരും. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഫേവോൾ ഇത്രയും നേരം കണ്ടിന്യൂസ് ഇരിക്കുകയാണ്. ഫേബയ്ക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അപ്പാ, അല്ലേ അപ്പാ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇത്രയും നേരം കർത്താവെ അങ്ങയെപ്പറ്റി സംസാരിക്കുവാനും അങ്ങ് എനിക്ക് അടിയനും അടിയന്റെ കുടുംബത്തിനും ചെയ്ത സകല കാര്യങ്ങളും പറയുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവെ, അങ്ങ് എന്നെ സ്നേഹിച്ചല്ലോ എൻ്റെ അപ്പേ. എനിക്കൊരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ടും ആ കാൽവരിയിലെ ക്രൂശില് അങ്ങ് എനിക്ക് വേണ്ട യാഗമായി ആ പാപത്തിന്, എൻ്റെ പാപത്തിന് മറുപടിയായി അങ്ങ് എന്നെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അപ്പേ. അങ്ങയുടെ സന്നിധിയിൽ അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അടിയന്റെ മാതാവിനെ, പ്രിയ പാസ്റ്ററിലെ ആന്റി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യാല അടിയന്റെ ഈ ടെസ്റ്റിമണി കേട്ട സകല ആളുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും അപ്പേ. അവരപ്പേ അറിയട്ടെ അപ്പേ. ഞാൻ അറിഞ്ഞതുപോലെ തന്നെ എൻ്റെ അപ്പയുടെ സ്നേഹത്തിന്റെ ആഴം അവരും അറിയട്ടെ. അവരുടെ അടുക്കൽ അങ്ങ് ചെല്ലണമേ, അങ്ങ് അവരോട് സംസാരിക്കണമേ, അവരുടെ ഹൃദയങ്ങളെ അങ്ങ് വിശാലമാക്കണമേ. അങ്ങേ കാണുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കാനുള്ള കാതുകളും ഹൃദയവും കണ്ണും അവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ അനുഗ്രഹിക്കണം. ഏതവസ്ഥയിലാണെങ്കിലും യഹോവ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യം കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങിലുള്ള ധൈര്യത്തിലേക്ക് അവരെ എത്തിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കഷ്ടത്തിലും കൂടെ ഇരിക്കുന്ന, ഒറ്റയ്ക്ക് വിടാത്ത അപ്പനാണ് എൻ്റെ അപ്പനെന്ന് അവരറിയട്ടെ അപ്പ. അതിലുപരിയായി ഈ കഷ്ടതയ്ക്കെല്ലാം ഒരു മറുപടിയായി എനിക്കൊരു നിത്യതയുണ്ട് എന്ന് അവരും തിരിച്ചറിയുന്നതിനായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ. അവരൊരു അനുഗ്രഹ വിഷയമാകട്ടെ. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങയുടെ സന്നിധിയിൽ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ഫേവമോളുടെ മേൽ, മമ്മിയുടെ മേൽ, വാത്സല്യ കുടുംബത്തിന്മേൽ, പ്രിയ പിതാവിൻ്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ആൻറ്റി ഫേവമോളെ, യേശപ്പ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും വഴുതി പോകത്തില്ല. കരം പിടിക്കും, വീണാലും നിലംപരിചാകുകയില്ല. കാരണം അപ്പ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ദൈവത്തിന് ബ്ലസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. പിന്നെയും ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പ വീക്കർ ആൻഡ് വീക്കർ. ഇപ്പൊ ഇന്ന് ഡോക്ടർ ചോദിച്ചു എവിടെയെങ്കിലും ഒന്ന് ആക്കുന്നതല്ലേ നല്ലേ, കാരണം ഇവിടെ അമ്മയും ഞാനും വയ്യാതിരിക്കുവല്ലേ. പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് അപ്പ ഒന്ന് കിടന്നു പോയാൽ ഭയങ്കര പാടാ. അപ്പയ്ക്ക് അമ്മ വേണം. അമ്മയാണ് അപ്പയുടെ എല്ലാം. അമ്മ പറഞ്ഞാല് എന്തും ചെയ്യും. ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് അമ്മ ഞാനും അപ്പയുമായിട്ട് അമ്മ അങ്ങ് ഇതാവും. കാരണം 2 കൊച്ചു പിള്ളേരെ വളർത്തുന്ന പോലത്തെ അവസ്ഥയാ. 1 വയസ്സിന്റെ പോലും വ്യത്യാസം ഇല്ലാത്ത 2 പേരെ വളർത്തുന്ന പോലെ. കർത്താവ് ഇത്രത്തോളം കൃപ തന്നു. പിന്നെ ആന്റിക്ക് കൃപ തന്ന് ദൈവം നടത്തും. പ്രാർത്ഥിക്കണേ, ഓർക്കുമ്പോ പ്രാർത്ഥിക്കണം. തീർച്ചയായും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഡാനിയോടും ഡോണയോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. ഓക്കെ മോളെ. Thank you. Bless you. Bye-bye.